അഞ്ചാം ക്ലാസ്സിൽ പുതിയ SCERT സയൻസ് ആണ് എടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ ചാപ്റ്റർ ഒറ്റയല്ല ഒരു ജീവിയും എന്നുള്ളതാണ്. ഇതിൽ പറയുന്നത് ആദ്യമായി പറയുന്ന വാസസ്ഥലവും ആഹാരവും. അതിൽ പറയുന്നത് പൊന്മാനെ പറ്റി പറയുന്നുണ്ട്. നദീതീരത്തോ കുളക്കരയിലോ ഉള്ള മാളങ്ങളിലാണ് പൊന്മാൻ താമസിക്കുന്നത്. കാരണം എന്താണ്? ജലസ്രോതസ്സുകൾക്ക് സമീപം മീൻ പിടിക്കാൻ സൗകര്യമുള്ള സ്ഥലങ്ങളാണ് അത്. അതുകൊണ്ടാണ് പൊന്മാൻ അവിടെ അധികമായി കാണുന്നത് എന്ന് പറയുന്നു. അതുപോലെ ആഹാര ശൃംഖല എന്താണെന്ന് പറയുന്നത്. ആഹാര ശൃംഖല ജാലം അഥവാ ഫുഡ് വെബ് ജാലം. ഫുഡ് വെബ് ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖല ജാലം എന്ന് പറയുന്നത്. അടുത്ത ജലാശയങ്ങളിൽ വരുന്ന ഈ ശൃംഖല പറ്റി പറയുന്നുണ്ട്. ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളെയാണ് പ്ലവകങ്ങൾ എന്ന് പറയുന്നത്. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരാണ് പ്ലവകങ്ങൾ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും താഴെ ഇപ്പോൾ വരുന്നത് പ്ലവകങ്ങളാണ്. അതിനെ കഴിക്കുന്നത് ചെറുമീനുകളാണ്. ചെറുമീനുകളെയും സസ്യഭാഗങ്ങളും കഴിക്കുന്നത് കടലാമയാണ്. കടലാമയെയും ചെറുമീനുകളെയും പ്ലവകങ്ങളും എല്ലാം കഴിക്കുന്നത് മത്തി. മത്തി കഴിക്കുന്നത് സ്രാവ്. കണവ, മീനുകൾ, കടലാമ എന്നിവയെ കഴിക്കുന്നത് സ്രാവാണ്. അപ്പോൾ പ്ലവകങ്ങൾ, ചെറുമീൻ, കടലാമ അല്ലെങ്കിൽ മത്തി, പിന്നെ അതിൻ്റെ മുകളിലാണ് സ്രാവ് എന്ന് ഓർക്കുക. അടുത്ത നിലനിൽപ്പിനായി എന്നുള്ള ഈ ഭാഗത്ത് ആവാസം എന്താണെന്ന്, ആവാസ വ്യവസ്ഥ എന്താണെന്ന് പറയുന്നുണ്ട്. ആവാസം എന്നത് നിരവധി ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ഒരു ചുറ്റുപാടാണ് വയൽ. അതായത് ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ സ്വാഭാവിക ചുറ്റുപാടിനെയാണ് ആവാസം അഥവാ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ആവാസ വ്യവസ്ഥ എന്നാൽ എന്താണ്? ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും ഉൾപ്പെടുന്നതും അവയുടെ പരസ്പര ബന്ധത്തിലൂടെ നിലനിൽക്കുന്നതുമായ സംവിധാനത്തെയാണ് ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. ജീവിയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും കൂടെ കൂടിയിട്ടുള്ള പരസ്പര ബന്ധ ഉള്ള ഒരു സംവിധാനത്തെയാണ് ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. കാവ്, നെൽവയൽ, കുളം, പൂന്തോട്ടം ഇതെല്ലാം ആവാസ വ്യവസ്ഥയ്ക്ക് ഉദാഹരണമാണ്. ഓക്കെ, അടുത്തത് വരുന്നത് കടുവ. അതായത് ഒരാഹാര ശൃംഖലയിലെ ആരെങ്കിലും കൂടിയാലും കുറഞ്ഞാലും എന്ത് സംഭവിക്കും എന്നൊരു ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ഭക്ഷ്യശൃംഖലയിലെ ഏറ്റവും ഉയർന്ന കണ്ണിയാണ് കടുവ എന്ന് പറയുന്നത്. ആഹാര ശൃംഖലയിലെ താഴെ കണ്ണിയിലുള്ള ചില ജീവിവർഗങ്ങൾ നശിച്ചാൽ അവയ്ക്ക് പകരം അതേ ധർമ്മം നിർവഹിക്കുന്ന മറ്റ് ജീവിവർഗങ്ങൾ ഉണ്ടായെന്ന് വരാം. എന്നാൽ കടുവയെപ്പോലുള്ള ജീവികൾ ഇല്ലാതായാൽ പകരം ആ ധർമ്മം നിർവഹിക്കാൻ മറ്റ് ജീവികൾ അധികമില്ല. അതിനാൽ കടുവയെപ്പോലെ ഉയർന്ന കണ്ണിയായ ജീവികളുടെ സംരക്ഷണം പ്രാധാന്യമർഹിക്കുന്നു എന്നാണ് പറയുന്നത്. അടുത്തത് അധിനിവേശക്കാർ എന്ന ഭാഗത്ത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന ഒരു മത്സ്യമാണ് ഈ ആഫ്രിക്കൻ മുഷി എന്ന് പറയുന്നത്. ഇത് വളരെ പെട്ടെന്ന് പെരുകും. കേരളത്തിലെ ചില ജലാശയങ്ങളിൽ അധിനിവേശ മത്സ്യമായി ഇത് കാണാറുണ്ട്. ജലാശയങ്ങളിൽ നാടൻ മത്സ്യങ്ങളെയാണ് ഈ ആഫ്രിക്കൻ മുഷി ആഹാരമാക്കുന്നത്. പക്ഷേ ഈ ആഫ്രിക്കൻ മുഷിയെ തിന്നുന്ന ജീവികൾ നമ്മുടെ ജലാശയങ്ങളിൽ കാണപ്പെടാറുമില്ല. അതുകൊണ്ട് ഈ മുഷി ഉള്ള സ്ഥലങ്ങളിലെ ചെറു മത്സ്യങ്ങൾ നശിക്കുകയും ചെയ്യുന്നു, ഇവ പെരുകുകയും ചെയ്യുന്നു. ആഹാര ബന്ധം എന്ന ഭാഗത്ത് കൊടുത്തിരിക്കുന്നതാണ്. ആഹാര ശൃംഖല എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. ആഹാര ശൃംഖല ജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധമാണ് ആഹാര ശൃംഖല. ആഹാര ശൃംഖല ജാലം എന്താണെന്ന് നമ്മൾ പഠിച്ചു. എല്ലാം കൂടെ കൂടിയതിനെയാണ് ആഹാര ശൃംഖല ജാലം എന്ന് പറയുന്നത്. അതിലെ ഒറ്റ ശ്രേണിയെ മാത്രമാണ് ആഹാര ശൃംഖല എന്ന് പറയുന്നത്, ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഫുഡ് ചെയിൻ അഥവാ ആഹാര ശൃംഖല കൊടുത്തിട്ടുണ്ട്. പുല്ല്, പുഴു, കോഴി, കുറുക്കൻ, കഴുകൻ. ഇതിൽ ഒന്നാമത്തെ കണ്ണി പുല്ലും അവസാനത്തെ കണ്ണി കഴുകനുമാണ്. അടുത്ത ഭാഗം എന്ന് പറയുന്നത് പ്രകാശ സംശ്ലേഷണത്തെ പറ്റിയാണ് പറയുന്നത്. ഹരിത സസ്യങ്ങൾ സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജ്ജം ഉപയോഗിച്ച് ജലം, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ ഉപയോഗിച്ച് കാർബോഹൈഡ്രേറ്റ് നിർമ്മിക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം. ഓക്കെ, ഇതെല്ലാം ചെയ്യുന്നത് ആഹാരം നിർമ്മിക്കാൻ വേണ്ടിയാണ്. ഇലകളിൽ വെച്ചാണ് ആഹാര നിർമ്മാണം നടക്കുന്നത്. ഇത് നടക്കണമെങ്കിൽ ഇലകളിലെ ഹരിതകം എന്ന വർണ്ണവസ്തുവിൻ്റെ സഹായവും സൂര്യപ്രകാശവും ആവശ്യമാണ്. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉൽപ്പന്നമായിട്ട് ഓക്സിജനാണ് വരുന്നത്. ഇലകളിലെ ഹരിതകം അഥവാ ക്ലോറോഫിൽ എന്നാണ് അറിയപ്പെടുന്നത്. അത് നിർബന്ധമായിട്ടും വേണം. ക്ലോറോഫിൽ ഉള്ള ഇലകളിലാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്.
ഇല പച്ചയ്ക്ക് പിന്നിൽ എന്ന് പറഞ്ഞ ഒരു ഭാഗമുണ്ട്. അതായത് സസ്യങ്ങളിൽ കാണുന്ന പച്ച നിറത്തിലുള്ള വർണ്ണകമാണ് ഹരിതകം എന്ന് പറയുന്നത്. ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ സൂര്യപ്രകാശം ആഗിരണം ചെയ്യുന്ന ഹരിതകമാണ് ആഗിരണം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹരിതകം കൂടുതലുള്ളത് ഇലകളിലാണ്. അതുകൊണ്ടാണ് പച്ചനിറങ്ങളിൽ കാണുന്നത്. ഇലകളിലെ പച്ചനിറമുള്ള വർണ്ണകമാണ് ഹരിതകം എന്ന് അറിയപ്പെടുന്നത്. പല നിറം. ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും നിറം നൽകുന്നത് വർണ്ണകങ്ങളാണ്. സാന്തോഫിൽ എന്ന വർണ്ണകമുള്ള ഇലകൾ മഞ്ഞ നിറത്തിലാണ് കാണുക. കരോട്ടിനുള്ള ഓറഞ്ചും മഞ്ഞയും കലർന്ന നിറത്തിലും. ആന്തോസയാനിൻ വർണ്ണമുള്ളത് ഇലകൾക്ക് ചുവപ്പ് നിറവുമാണ് കാണുന്നത്. ചുവപ്പ് നിറമുള്ളത് ആന്തോസയാനിൻ. ഓറഞ്ചും മഞ്ഞയും കൂടെ കൂടിയതാണ് കരോട്ടിൻ. മഞ്ഞ സാന്തോഫിൽ. ഓറഞ്ച് കളറല്ലേ? ഓക്കെ. മഞ്ഞ സാന്തോഫിൽ, ഓറഞ്ച് ക്യാരറ്റ് ഓറഞ്ച് കളറല്ലേ? കാരോട്ടിൻ. ഓക്കെ. ചുവപ്പ് ആന്തോസയാനിൻ, മഞ്ഞ സാന്തോഫിൽ. ഓർത്തിരിക്കണം. അടുത്തത് വാതക വിനിമയ സസ്യങ്ങളിൽ, അതായത് അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ അളവ് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതലുള്ളത് നൈട്രജൻ ആണ്. അത് കഴിഞ്ഞ് ഓക്സിജൻ ആണ്. പിന്നെ ആർഗൺ, പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ്. അങ്ങനെയാണ് വരുന്നത്. ഇനി ഈ ഹരിത സസ്യങ്ങൾ പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണം നടത്തുമ്പോൾ ഏതാണ് ആഗിരണം ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ചിട്ട് ഓക്സിജൻ പുറത്തുവിടുന്നു. രാത്രിയിൽ നേരെ തിരിച്ചാണ്. ഹരിത സസ്യങ്ങൾ ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്നു. സ്റ്റൊമാറ്റ എന്ന് പറയുന്ന ഇലകളിലെ ഒരു ഭാഗമുണ്ട്. സുഷിരങ്ങളാണ്. ഇലകളിലെ സുഷിരങ്ങളാണ് സ്റ്റൊമാറ്റ എന്നറിയപ്പെടുന്നത്. ഇതിലൂടെ അന്തരീക്ഷവായു സസ്യത്തിൻ്റെ അകത്തേക്കും പുറത്തേക്കും പോകുന്നു. പ്രകാശ സംശ്ലേഷണ ഫലമായുള്ള ഓക്സിജൻ പുറന്തള്ളുന്നതും ഈ സ്റ്റൊമാറ്റ വഴിയാണ്. മൈക്രോസ്കോപ്പ് കണ്ടോ? കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ്. അതെല്ലാവർക്കും അറിയാലോ. ഇതിൽ ഓർത്തിരിക്കേണ്ടത് പകലാണ് ഓക്സിജൻ പുറത്തേക്ക് വിടുന്നത് എന്ന് ഓർത്തിരിക്കുക. രാത്രിയിൽ അവർ ഓക്സിജൻ ഇൻടേക്ക് ചെയ്യും എന്നുള്ളതും ഓർത്തിരിക്കുക. അടുത്തത് ആതിഥേയനും അതിഥികളും എന്നുള്ള ഭാഗമാണ്. അതിൽ വാസസ്ഥലത്തിനായി മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളെ പറയുന്ന പേരാണ് എപ്പിഫൈറ്റുകൾ. എപ്പിഫൈറ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാസസ്ഥലത്തിന് വേണ്ടി മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളാണ് എപ്പിഫൈറ്റുകൾ. എപ്പിഫൈറ്റുകളുടെ സാന്നിധ്യം അവ വസിക്കുന്ന സസ്യങ്ങളെ ദോഷകരമായി ബാധിക്കില്ല. കാരണം വാസസ്ഥലത്തിന് മാത്രമാണ് ഇത് മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. ഒരു ഓർക്കിഡാണ് മരവാഴ എന്ന് പറയുന്നത്. അതിൻ്റെ തടിച്ച വേരുകൾക്ക് അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ട് മണ്ണില്ലെങ്കിലും ഇവയ്ക്ക് വളരാൻ കഴിയുന്നതാണ് എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നത്. എപ്പിഫൈറ്റുകൾ ഉപദ്രവം ഉണ്ടാക്കുന്നതല്ല. വാസസ്ഥലത്തിന് വേണ്ടി മാത്രമാണ് മറ്റു ചെടികളെ ആശ്രയിക്കുന്നത്. എന്നാൽ പരാഗ സസ്യങ്ങൾ എന്ന് പറയുന്നത് മറ്റു സസ്യങ്ങളിൽ വളരുകയും ആഹാരവും ജലവും അവയിൽ നിന്ന് വലിച്ചെടുത്തും ജീവിക്കുന്ന സസ്യങ്ങളെയാണ് പരാഗ സസ്യങ്ങൾ എന്ന് പറയുന്നത്. വാസസ്ഥലത്തിന് വേണ്ടി മാത്രമല്ല അവ വളരുന്നതും ആഹാരവും ജലവും എല്ലാം വലിച്ചെടുക്കുന്നതും ഈ സസ്യങ്ങളിൽ നിന്നാണ്. ഇത്തിൽ, മൂടില്ലാത്താളി, ഈ സസ്യങ്ങളൊക്കെ പരാഗ സസ്യങ്ങൾക്ക് ഉദാഹരണമാണ്. ഈ ഇത്തിൽക്കണ്ണി സ്വയം ആഹാരം നിർമ്മിക്കുന്നു. അതിനാൽ ഇത്തിൽക്കണ്ണി പോലുള്ള സസ്യങ്ങളെ അർദ്ധപരാഗങ്ങൾ എന്നാണ് പറയുന്നത്. അതായത് ജലവും ലവണവും മാത്രം ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് വലിച്ചെടുത്തിട്ട് സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് അർദ്ധപരാഗങ്ങൾ അഥവാ സെമി പാരസൈറ്റ്സ് എന്ന് പറയുന്നത്. എന്നാൽ ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളാണ് ആർക്കുള്ളത്? മൂടില്ലാത്താളിക്കുള്ളത്. ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കുന്ന മൂടില്ലാത്താളി പോലുള്ള സസ്യങ്ങളെ പൂർണ്ണ പരാഗങ്ങൾ എന്ന് പറയുന്നു. ഫുഡായിട്ട് റെഡി ടു ഈറ്റ് എന്ന ഫുഡാണ് ഈ മൂടില്ലാത്താളി പോലുള്ള പൂർണ്ണ പരാഗങ്ങൾ വലിച്ചെടുക്കുന്നത്. അതുകൊണ്ട് സസ്യം മൊത്തമായിട്ട് പെട്ടെന്ന് തന്നെ നശിക്കുന്നു. മറ്റ് സസ്യങ്ങൾ എന്താണ്? റെഡി ടു കുക്കാണ്. ജലവും ലവണങ്ങളും മാത്രം വലിച്ചെടുത്തിട്ട് സ്വന്തമായിട്ട് കുക്ക് ചെയ്യുന്നു. കുക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതാണ് സെമി പാരസൈറ്റ്സ് എന്ന് പറയുന്ന വർഗത്തിൽ പെടുന്നത്. ഇത്തിൽ കണ്ണി പോലുള്ളതാണ് സെമി പാരസൈറ്റ്സ്. പൂർണ്ണമായും ടോട്ടൽ പാരസൈറ്റ്സ് എന്ന് പറയുന്നത് മൂടില്ലാത്താളിയാണ്. ഇത്രയാണ് ഈ ഭാഗത്ത് പഠിക്കാനുള്ളത്. അടുത്ത ചാപ്റ്റർ വ്യാധികൾ പടരാതിരിക്കാൻ എന്ന് പറഞ്ഞതാണ്. അതിൽ ആദ്യം തന്നെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. പകരുന്ന രോഗങ്ങൾ, പകരാത്ത രോഗങ്ങൾ എന്ന് പറഞ്ഞ്. പകരുന്ന രോഗങ്ങൾ ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, ചിക്കൻ ബോക്സ്,
അതുപോലെ തന്നെ ചിക്കൻ ഗുനിയ, കോളറ, ടൈഫോയിഡ്, ക്ഷയം, മീസിൽസ്, ചെങ്കണ്ണ്, എലിപ്പനി, മലേറിയ ഇതൊക്കെ പകരുന്നതാണ്. പല രീതിയിൽ പല വെക്ടേഴ്സ് വഴിയാണ് പകരുന്നത്. എന്നാൽ പകരാത്ത രോഗങ്ങൾ എന്ന് പറയുന്നത് ക്യാൻസർ, പ്രമേഹം, ഹൃദ്രോഗങ്ങൾ, രക്താതിസമ്മർദ്ദം, അപസ്മാരം, ഗ്യാസ് ട്രബിൾ, മാനസിക രോഗങ്ങൾ ഇതൊന്നും പകരാത്ത രോഗങ്ങളാണ്. പകരുന്ന ഒന്നോട് പറയും ചിക്കൻ ബോക്സ്, ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, ചിക്കൻ ഗുനിയ, കോളറ, ടൈഫോയിഡ്, ക്ഷയം, മീസിൽസ്, ചെങ്കണ്ണ്, എലിപ്പനി, മലേറിയ തുടങ്ങിയവയൊക്കെ പകരുന്ന രോഗങ്ങളാണ്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളാണ് പകർച്ചവ്യാധികൾ എന്നറിയപ്പെടുന്നത്. പകർച്ചവ്യാധിക്ക് കാരണമാകുന്നത് രോഗകാരികളാണ്. പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്നത് രോഗകാരികളാണ്. അതുപോലെ തന്നെ കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത സൂക്ഷ്മജീവികളായ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങിയവയാണ് മിക്ക പകർച്ചവ്യാധികൾക്കും കാരണം. രോഗങ്ങൾക്ക് കാരണമാകുന്നതിനാൽ അവയെ രോഗകാരികളെന്ന് വിളിക്കുന്നു. ഇവിടെ പറയുന്നുണ്ട്, പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ മഹാമാരി എന്ന് പറയുന്നു. നമ്മൾ അതിജീവിച്ച മഹാമാരികൾ ഏതൊക്കെയാണ്? വസൂരി, ക്ഷയം, പ്ലേഗ്, COVID-19 തുടങ്ങിയവ. ഇത് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. നമ്മൾ അതിജീവിച്ച മഹാമാരികൾ ഏതൊക്കെയാണ്? താഴെ പറയുന്നതിൽ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഇതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് വസൂരി, ക്ഷയം, പ്ലേഗ്, COVID-19. വസൂരി, ക്ഷയം, പ്ലേഗ്, COVID-19. അടുത്തത് സൂക്ഷ്മജീവികൾക്കൊപ്പം എന്ന ഭാഗമാണ്. എല്ലാ സൂക്ഷ്മജീവികളും രോഗകാരികളല്ല. നമ്മുടെ ശരീരത്തിൽ തൊലിപ്പുറത്തുള്ളതുമെല്ലാം ഉപകാരികളായ ഒട്ടനേകം ബാക്ടീരിയകളുണ്ട്. നമ്മുടെ ആഹാരത്തിൻ്റെ ദഹനത്തിനും ആഗിരണത്തിനുമെല്ലാം അവ സഹായിക്കുന്നുണ്ട്. സൂക്ഷ്മജീവികൾ നമുക്ക് ഉപകാരികളാകുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട്. ദോഷമാവ് പുളിപ്പിക്കുന്ന ചില സൂക്ഷ്മജീവികളുണ്ട്. അതുപോലെ തന്നെ ബാക്ടീരിയകളും ഫംഗസുകളും ഒക്കെയാണ് ജൈവാവശിഷ്ടങ്ങളെ മണ്ണിലേക്ക് അലിയിപ്പിച്ച് ചേർക്കുന്നത്, ഘടകങ്ങളാക്കി ചേർക്കുന്നത്. ഈ ഫംഗസുകളുടെ രോഗം നമുക്ക് പരിചിതമായ റൊട്ടി, പൂപ്പൽ, വസ്ത്രങ്ങളെ ബാധിക്കുന്ന കരിമ്പൻ എന്നിവയെല്ലാം ഫംഗസുകളാണ്. മനുഷ്യന് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളായ ഫംഗസുകളാണ് കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ തുടങ്ങിയവ. അപ്പം മനുഷ്യന് ഉപകാരമുള്ള ഫംഗസുകളുമുണ്ട്, ഉപദ്രവകാരികളായ ഫംഗസുകളുമുണ്ട്. മനുഷ്യന് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളായ ഫംഗസുകളാണ് കാൻഡിഡ, ക്രിപ്റ്റോകോക്കസും ഹിസ്റ്റോപ്ലാസ്മയും. ഇത് രണ്ടും ഫംഗസുകളാണെന്ന് ഓർത്തിരിക്കുക. കാൻഡിഡ, ക്രിപ്റ്റോകോക്കസും ഹിസ്റ്റോപ്ലാസ്മയും ഫംഗസുകളാണെന്ന് ഓർത്തിരിക്കുക. നാം ഭക്ഷണമാക്കുന്ന കൂൺ മുതൽ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്തവ വരെ ഉൾപ്പെടുന്നതാണ് ഫംഗസുകളുടെ ലോകം എന്ന് പറയുന്നത്. ഇത് രോഗങ്ങൾ പകരുന്ന വഴി നോക്കാം. രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ അഥവാ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലേക്ക് രോഗാണുക്കളെ എത്തിക്കുന്നവയാണ്. ഈച്ച, എലിച്ചെള്ള്, കൊതുക്, വവ്വാൽ തുടങ്ങി ധാരാളം ജീവികൾ രോഗാണുവാഹകരിൽ പെടും. ഇനി ഉണ്ടോ രോഗികളായ ഇവയെല്ലാം വെക്ടേഴ്സാണ്. എലിച്ചെള്ള്, കൊതുക്, വവ്വാൽ തുടങ്ങി ധാരാളം ജീവികൾ വെക്ടേഴ്സാണ്. ഇനി കൊതുകിനെ നിയന്ത്രിക്കുന്ന കാര്യങ്ങൾ: വെള്ളം കെട്ടിക്കിടക്കുന്ന ഒഴിവാക്കൽ, പാർപ്പിടത്തിന് ചുറ്റും പുല്ലും പാഴ്ചെടിയും നീക്കുക, ഓടകൾ ശുചീകരിക്കുന്നത് കൊതുക് നിയന്ത്രിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ രോഗങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഒരു ടേബിൾ കണ്ടോ. രോഗങ്ങൾ: ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ വരാതിരിക്കാൻ പഴങ്ങളും പച്ചക്കറികളും കഴുകി ഉപയോഗിക്കുക, ഭക്ഷണ സാധനങ്ങൾ അടച്ചു വെക്കുക, തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ തടയാൻ രോഗിയുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക, രോഗിയുടെ തുവാല, വസ്ത്രങ്ങൾ മുതലായവ ഉപയോഗിക്കാതിരിക്കുക, മാസ്ക് ധരിക്കുക, വ്യക്തി ശുചിത്വം പാലിക്കുക. മണ്ണിലൂടെയും മലിനജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ തടയാൻ ചെരുപ്പ് ഉപയോഗിക്കുക, ശരീരത്തിലെ മുറിവുകൾ മലിനജലവുമായി സമ്പർക്കത്തിൽ വരാതെ സൂക്ഷിക്കുക, മണ്ണും ചെളിയും പുരണ്ടാൽ കൈകാലുകൾ സോപ്പിട്ട് കഴുകുക എന്നിവയൊക്കെയാണ് രോഗങ്ങൾ പകരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിക്ക് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി. രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കാനും ചെറുത്തു നിൽക്കാനുമുള്ള കഴിവ് സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിനുണ്ട്. അതിന് സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നു.
പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയ ചില പകർച്ചവ്യാധികൾക്കെതിരെ സ്വാഭാവികമായി പ്രതിരോധശേഷി ഉണ്ടാക്കാൻ ശരീരത്തിന് സാധിക്കാറില്ല. ഇത്തരം രോഗങ്ങൾ വരാതിരിക്കാൻ നാം പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കേണ്ടതാണ്. ഇതുവഴി രോഗപ്രതിരോധ ശേഷി ആർജിക്കാൻ സാധിക്കും. അതിനെ ആർജിത രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്നാണ് നമ്മൾ ഈ വാക്സിൻ വഴി കിട്ടുന്ന പ്രതിരോധത്തിന് പറയുന്നത്. പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയവയൊക്കെ അക്വയർഡ് ഇമ്മ്യൂണിറ്റി കിട്ടുന്ന ആണ്. മനുഷ്യന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായ വസൂരി, പ്ലേഗ്, പോളിയോ പോലുള്ള പല മഹാമാരികളെയും നമ്മൾ അതിജീവിച്ചത് പ്രതിരോധ കുത്തിവയ്പ്പിലൂടെയാണെന്നും ഓർത്തിരിക്കുക. അടുത്തത് ഒരു വാക്സിനേഷൻ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫുൾ ഫോം ഓർത്തിരിക്കണേ. BCG, ബാസിലസ് കാൽമെറ്റ് ഗെറിൻ. ബാസിലസ് കാൽമെറ്റ് ഗെറിൻ എന്നാണ് BCG. OPV, ഓറൽ പോളിയോ വാക്സിൻ OPV. ഹെപ് ബി, ഹെപ്പറ്റൈറ്റിസ് ബി. FIPV, പോളിയോ വാക്സിനും ഫ്രാക്ഷണൽ ഡോസ്. പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസ് എന്നാണ്. പോളിയോ വാക്സിൻ PV ഉണ്ട്, ഫ്രാക്ഷണൽ ഡോസ് ആണ് FI. അടുത്തത് RVV, റോട്ട വൈറസ് വാക്സിൻ ആണ് RVV എന്ന് പറയുന്നത്. ജനന സമയത്ത് ഈ ചാർട്ട് ഓർത്തിരിക്കണം. ജനന സമയത്ത് കൊടുക്കുന്നത് ഏതൊക്കെയാണ്? OPV, BCG, ഹെപ്പറ്റൈറ്റിസ് ബിയും. 6 ആഴ്ച കഴിയുമ്പോഴാണ് OPV 1, RVV 1 റോട്ട വൈറസ് കൊടുക്കുന്നു. പെൻഡാവാലന്റ് 1, FIPV 1, PCV 1. 10 ആഴ്ച കഴിയുമ്പോൾ OPV 2, RVV 2, പെൻഡാവാലന്റ് 2. 14 ആഴ്ചയാകുമ്പോൾ OPV 3, RVV 3, പെൻഡാവാലന്റ് 3, FIPV 2, PCV 2. അപ്പോൾ ഈ OPV എന്ന് പറയുന്നത് ഈ 4 സ്റ്റേജിലും ഉണ്ട്. OPV ജനന സമയത്തുണ്ട്, OPV 1 6 ആഴ്ച കഴിയുമ്പോൾ ഉണ്ട്, OPV 2 10 ആഴ്ച കഴിയുമ്പോൾ ഉണ്ട്, OPV 3 14 ആഴ്ച കഴിയുമ്പോൾ ഉണ്ട്. ഇനി RVV എന്ന് പറയുന്ന സാധനം രണ്ടാമത്തെ സ്റ്റേജിലാണ് തുടങ്ങുന്നത്. 6 ആഴ്ച കഴിയുമ്പോൾ RVV 1, 10 ആഴ്ചയിൽ RVV 2, പിന്നെ RVV 3 രണ്ടെണ്ണം കഴിഞ്ഞേ. പിന്നെ ഉള്ളത് പെൻഡാവാലന്റ് 1, പെൻഡാവാലന്റ് 2, പെൻഡാവാലന്റ് 3. ഇത് മൂന്നും ഇതിൽ കണ്ടിന്യൂ ചെയ്തു പോകുന്നതാണ്. അതായത് OPVയും RVVയും പെൻഡാവാലന്റും 1, 2, 3 എന്ന് പറയുന്ന 3 സ്റ്റേജിലും വരുന്നതാണ്. പിന്നെ ഉള്ളത് FIPV 1 ആണ്. FIPV 1 എടുക്കുന്ന 6 ആഴ്ചയിലും പിന്നെ FIPV 2 എടുക്കുന്നത് 14 ആഴ്ചയിലുമാണ്. അതായത് അതുപോലെ തന്നെ PCV 1 എടുക്കുന്നത് 6 ആഴ്ചയിലും PCV 2 എടുക്കുന്നത് 14 ആഴ്ചയിലുമാണ് എന്ന് ഓർത്തിരിക്കുക. പിന്നെ ഉള്ളത് OPV, BCG, ഹെപ്പറ്റൈറ്റിസ് ബി എന്നിവ മൂന്നും ജനന സമയത്ത് എടുക്കുന്നുള്ളതും ഓർത്തിരിക്കുക. ഒന്നുകൂടെ പറയാം. OPV, BCGയും ഹെപ്പറ്റൈറ്റിസ് ബിയുമാണ് ജനന സമയത്ത്. പിന്നെ 6 ആഴ്ച കഴിയുമ്പോൾ എടുക്കുന്നതാണ് OPV 1, RVV 1, പെൻഡാവാലന്റ് 1. 10 ആഴ്ച കഴിയുമ്പോൾ ഇതിൻ്റെ എല്ലാം 2ഉം ഇതിൻ്റെ എല്ലാം 3 14 ആഴ്ച കഴിയുമ്പോഴും OPV, RVV, പെൻഡാവാലന്റ്. പിന്നെ ഉള്ളത് FIPV ആണ്. അതായത് പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസും PCVയും 1ഉം കൊടുക്കുന്ന 6 ആഴ്ചയിലും അതിൻ്റെ രണ്ടാമത്തെ ഡോസ് FIPV 2ഉം PCV 2ഉം കൊടുക്കുന്നത് 14 ആഴ്ചയിലുമാണെന്നുള്ളതും ഓർത്തിരിക്കാം. ഇത്രയാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് എത്തിപ്പോയി. അടുത്ത ചാപ്റ്റർ ജലം നിത്യജീവിതത്തിൽ എന്നുള്ള ചാപ്റ്ററാണ്. ഇതിൻ്റെ അകത്ത് ആദ്യം പഠിക്കാനുള്ളത് ജലം ശുദ്ധീകരിക്കുന്ന കുഴവെള്ളം ശുദ്ധീകരിക്കുന്ന ഘട്ടങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആദ്യം വലിയ മാലിന്യങ്ങൾ അരിച്ചു മാറ്റുന്നു, പിന്നീട് മാലിന്യങ്ങൾ അടിയാൻ അനുവദിക്കുന്നു, പിന്നീട് 3 തട്ടുള്ള അരിപ്പകൾ കൊണ്ട് അരിച്ചു മാറ്റുന്നു, 4ാമത്തെ സ്റ്റേജാണ് രോഗാണുക്കളെ നശിപ്പിക്കുന്നു, പിന്നീട് വിതരണ ഘട്ടങ്ങളാണ് ടാങ്കിൽ സംഭരിക്കുന്നു, ജലം വീടുകളിലേക്ക് എത്തിക്കുന്നു. അപ്പം ശുദ്ധീകരണ ഘട്ടത്തിൽ പെടുന്നവ ഏത് അല്ലെങ്കിൽ വിതരണ ഘട്ടത്തിൽ പെടുന്നത് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റണം. അടുത്തത് ഇന്നത് പഠിക്കാനുള്ളത് ജലത്തിൻ്റെ ഏകദേശ പ്രതിദിന ഉപയോഗമാണ്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ശുചീകരണത്തിനാണ് എന്ന് ഓർത്തിരിക്കുക. 50 ലിറ്ററോളം ശുചീകരണത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കുളിക്കാനും വസ്ത്രം കഴുകാനും 30 ലിറ്ററാണ് ഉപയോഗിക്കുന്നത്. മറ്റാവശ്യങ്ങൾക്ക് 30 ലിറ്റർ, കുടിക്കാൻ 2.5 ലിറ്റർ, ഭക്ഷണം പാകം ചെയ്യാൻ 3 ലിറ്റർ, പാത്രം കഴുകാനൊക്കെ 6 ലിറ്റർ. അങ്ങനെ ഏകദേശം ഓർത്തിരിക്കുക. ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് ശുദ്ധജലത്തിൻ്റെ ലഭ്യത കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
അതുപോലെ തന്നെ ശരീരത്തിലെ ജലത്തിൻ്റെ ലഭ്യത പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ജലം ഉള്ള ശരീരത്തിലെ അവയവം എന്ന് പറയുന്നത് രക്തമാണ്. 94% രക്തത്തിൽ ജലമാണ്. പിന്നീടുള്ളത് ശ്വാസകോശമാണ്. ശ്വാസകോശത്തിൽ 83% ജലമാണ്. നമ്മൾ വിചാരിക്കും ശ്വാസകോശത്തിൽ മുഴുവൻ വായു കൊണ്ട് നിറഞ്ഞിരിക്കുകയാണല്ലോ എന്ന്. ജലവും ഉണ്ട്, വേപ്പർ. പിന്നെ ഉള്ളത് വൃക്കയിലാണ് 79%. പിന്നെ പേശികളിലും ഹൃദയത്തിലും 75% ജലമുണ്ട്. പിന്നെ തലച്ചോറിൽ 73%, അസ്ഥികളിൽ 31%. ഏറ്റവും കൂടുതൽ രക്തം, പിന്നെ ശ്വാസകോശം, പിന്നെ വൃക്ക, പിന്നെ പേശി, ഹൃദയം, ശേഷം തലച്ചോറ്, ഏറ്റവും കുറവ് അസ്ഥികളിലാണ് 31%. മനുഷ്യ ശരീരത്തിലെ ഒരു പ്രധാന ഘടകമാണ് ജലം. എല്ലാ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ജലം ആവശ്യമാണ്. സസ്യങ്ങളിൽ ജലം എന്തിനൊക്കെയാണ് ഉപയോഗിക്കുക? ആഹാരത്തെ ഇലകളിൽ നിന്നും മറ്റ് സസ്യഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ജലം ഉപയോഗിക്കുന്നു. പ്രകാശ സംശ്ലേഷണത്തിന് ജലം ഉപയോഗിക്കുന്നു. ആഗിരണം ചെയ്ത ലവണങ്ങൾ ഇലകളിൽ എത്തിക്കുന്നതിന് ജലം ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ശരീരഘടന നിലനിർത്തുന്നതിനും ജലം ആവശ്യമാണ്. ആഗിരണം ചെയ്ത ലവണങ്ങൾ, വേരാഗിരണം ചെയ്ത ലവണങ്ങൾ ഇലകളിൽ എത്തിക്കുന്നതിന് ജലം ആവശ്യമാണ്. അടുത്ത എല്ലാ ജീവികൾക്കും ജീവൽ പ്രവർത്തനത്തിന് ജലം ആവശ്യമാണ് എന്ന് പറയുന്നു. ഇനി ജലത്തിന് നിറവുമില്ല, ആകൃതിയുമില്ല, എന്നാൽ അതിൻ്റെ അകത്ത് ബാക്ടീരിയ എന്ന ഘടകം ഉണ്ട് എന്ന് ഓർത്തിരിക്കുക. പിന്നീട് ജലത്തിൽ മുങ്ങുന്നവയും മുങ്ങാത്തവയും ഒക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലയിക്കുന്നവയും ലയിക്കാത്തവയും എന്ന് പറയുന്നുണ്ട്. ഇതിൽ ജലത്തിൽ ലയിക്കുന്നവ ഏതാണ്, ലയിക്കാത്തവ ഏതാണെന്ന് തരംതിരിക്കാൻ പറയുന്നുണ്ട്. പഞ്ചസാര, ഉപ്പ്, വിനാഗിരി, അപ്പക്കാരം, സോപ്പ് പൊടി ഇത്രയും വെള്ളത്തിൽ ലയിക്കും. മണ്ണെണ്ണ, വെളിച്ചെണ്ണ ലയിക്കില്ല. മെഴുക് ലയിക്കില്ല. കർപ്പൂരം ലയിക്കില്ല. തുരിശും പൊട്ടാസ്യം മാംഗനേറ്റും ലയിക്കും. തുരിശിൻ്റെ പൊട്ടാസ്യം മാംഗനേറ്റും ജലത്തിൽ ലയിക്കുന്നതാണെന്ന് ഓർത്തിരിക്കുക. മണ്ണെണ്ണ, വെളിച്ചെണ്ണ, മെഴുക്, കർപ്പൂരവും ലയിക്കില്ല എന്ന് ഓർത്തിരിക്കുക. ഇനി ജലത്തിൽ ജീവിക്കുന്ന ജീവികൾക്ക് ജലത്തിൽ നിന്നാണ് ഓക്സിജൻ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ വാതകം ജലത്തിൽ ലയിക്കുമെന്ന് ഓർത്തിരിക്കുക. പിന്നീട് സോഡയിൽ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന വാതകം പ്രഷർ ചെയ്ത് അതിനകത്ത് കയറ്റിയിട്ടാണ് ജലത്തിൽ ലയിപ്പിച്ചാണ് സോഡ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് സോഡ കുപ്പി പൊട്ടിക്കുമ്പോൾ കുമിളകൾ സ്വതന്ത്രമാകുന്നതാണ്. കാർബൺ ഡൈ ഓക്സൈഡ് വാതകം സ്വതന്ത്രമാകുന്നതുകൊണ്ടാണ് കുമിളകൾ ഉണ്ടാകുന്നത്. ഇനി ജലത്തിൽ ലയിച്ച് ചേരുന്ന വസ്തുവിനെയാണ് ലീനം എന്ന് പറയുന്നത്. ഇപ്പോൾ പഞ്ചസാര ലായനിയിൽ പഞ്ചസാര എന്ന് പറയുന്നത് ലീനമാണ്, വെള്ളം എന്ന് പറയുന്നത് ലായകമാണ്. ആ ലീനം ലായകത്തിൽ ലയിച്ചിട്ടാണ് ലായനി ഉണ്ടാകുന്നത്. ലായനി എന്താണെന്നറിയാലോ? ലീനം, ലായകം, ലായനി മൂന്നെണ്ണത്തിനെ വേർതിരിച്ചറിയാൻ ലായനി എന്താണെന്നറിയാം? പഞ്ചസാര ലായനി. അപ്പോൾ അതിൻ്റെ അകത്ത് ലീനം എന്ന് പറയുന്നത് പഞ്ചസാരയാണെന്ന് ഓർത്തിരിക്കുക. ഇതിൽ ഒരെണ്ണം ഓർത്തിരിക്കുക. ലീനം എന്ന് പറയുന്നത് പഞ്ചസാരയാണെങ്കിൽ ലായകം എന്ന് പറയുന്നത് വെള്ളമായിരിക്കും. ലായനി എന്താണെന്ന് നമുക്കറിയാം, പഞ്ചസാര ലായനി. അതുപോലെ സോഡാ വെള്ളത്തിൽ എന്തായിരിക്കും? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അതിൻ്റെ അകത്ത് ലീനം. വെള്ളത്തിൽ ലയിക്കുന്നു, അതുകൊണ്ട് ലായകം. പിന്നെ ലായനി സോഡ. അങ്ങനെ ജലത്തിന് നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാനുള്ള കഴിവുള്ളതിനാലാണ് ജലത്തെ സാർവലായകം എന്നറിയപ്പെടുന്നത്. യൂണിവേഴ്സൽ സോൾവെന്റ് എന്നറിയപ്പെടുന്നത് ജലമാണെന്നും ഓർത്തിരിക്കുക. ജലത്തിൻ്റെ 3 വിഭാഗങ്ങളാണ്, 3 സ്റ്റേജുകളാണ് ഖരം, ദ്രാവകം, വാതകം എന്ന് പറയുന്നത്. ഖരം എന്ന് പറയുന്ന ഐസാണ്. അതുപോലെ ഒരു ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന് ചെറുകണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെയാണ് ബാഷ്പീകരണം എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, ഒരു ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന് ചെറുകണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെ ബാഷ്പീകരണം എന്ന് പറയും. ബാഷ്പീകരണം ഉപരിതലത്തിലാണ് നടക്കുന്നത്. എന്തിൻ്റെ ഉപരിതലത്തിലാണ് നടക്കുന്നത്? ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിലാണ് നടക്കുന്നത് ഓർത്തിരിക്കുക. ചൂടാകുമ്പോൾ ബാഷ്പീകരണത്തിൻ്റെ തോത് കൂടുന്നു. ബാഷ്പീകരണം എല്ലാ താപനിലയിലും സംഭവിക്കുന്നു. അത് പ്രത്യേകിച്ച് ഓർത്തിരിക്കുക. എല്ലാ താപനിലയിലും ബാഷ്പീകരണം ഉണ്ട്. ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥയിലും പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ഏക പദാർത്ഥമാണ് ജലം എന്ന് പറയുന്നത്.
എന്നാൽ ബാഷ്പീകരണം എല്ലാ താപനിലയിലും സംഭവിക്കുന്നു എന്നത് പ്രധാന പോയിൻ്റാണ്, ഓർത്തിരിക്കുക. അടുത്തത് വിതാനം പാലിക്കുന്നു എന്നത് ജലത്തിൻ്റെ ഒരു സവിശേഷതയാണ്. എന്താണ് വിതാനം എന്ന് പറയുന്നത്? ജലത്തിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് വിതാനം എന്ന് പറഞ്ഞാൽ വാട്ടർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നാണ് ജലത്തിൻ്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നത്. അതായത് സൈസ് ഡിഫറെൻറ്റ് സൈസിലും ഷേപ്പിലും ഒന്നും പ്രശ്നമില്ല. ഇതിപ്പോൾ 3 സിലിണ്ടർ എടുത്തിട്ടുണ്ട്, അതിൻ്റെ അടിയിൽ ഹോളുണ്ട്, അത് ഒരു പൈപ്പ് വഴി കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണത്തിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിലേക്കും വെള്ളം പോകും. എന്നാൽ ആ എല്ലാ വെള്ളവും ഒരേ ലെവലിലായിരിക്കും നിൽക്കുക, മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കും. അത് വെള്ളത്തിൻ്റെ പ്രോപ്പർട്ടിയാണ്. അതിനെയാണ് വിതാനം എന്ന് പറയുന്നത്. വിതാനം പാലിക്കുന്നു, അതായത് വാട്ടർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു, വാട്ടർ മെയിൻറ്റെയിൻസ് ലെവൽ എന്നാണ് പറയുക. ജലസ്രോതസ്സുകളാണ് അടുത്തത്. ജലസ്രോതസ്സുകളിൽ പ്രധാനമായിട്ടും കടൽ തന്നെയാണ്. അത് ജീവജാലങ്ങൾക്ക് ഞങ്ങളില്ലാതെ ജീവിക്കാനാവില്ല. ജലാശയങ്ങൾ ചൂടുപിടിക്കുമ്പോൾ ഞങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നു, പിന്നീട് തണുത്ത മേഘങ്ങളായി മാറുന്നു, അവിടെ വെച്ച് ചെറു കണികകളായി ഞങ്ങൾ ഒന്നിച്ച് മഴത്തുള്ളിയെ ഭൂമിയിലേക്ക് പതിക്കുന്നു. അങ്ങനെ ജലസ്രോതസ്സുകളുടെ ഭാഗമായി മാറുന്നു. മഴ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, എങ്ങനെയാണ് ജലസ്രോതസ്സുകൾ ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. പുഴയുണ്ട്, കടലുണ്ട്, എല്ലാം. പിന്നെ പറയുന്നത് ശുദ്ധജല അമൂല്യമാണ്, അത് പാഴാക്കരുത് എന്നുള്ളൊരു ഇതുകൂടെ തരുന്നുണ്ട്. കയ്യാല കെട്ടി സംരക്ഷിക്കുക, മഴവെള്ള സംഭരണി മൂലം മഴവെള്ളം സംഭരിക്കുക, തടയണ കെട്ടുക, കിണർ റീചാർജിങ് വഴി എല്ലാം ചെയ്യുക എന്നുള്ളതാണ്. ഇത്രയാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. അടുത്ത പാഠഭാഗം ജീവനുള്ള വിത്തുകൾ എന്നുള്ളതാണ്. ഇതിൽ ആദ്യമേ തന്നെ നോക്കുന്നത് വിത്ത് മുളയ്ക്കുന്ന കാര്യമാണ് പറയുന്നത്. വിത്ത് മുളയ്ക്കാൻ ജലം ആവശ്യമാണ്, മണ്ണ്, സൂര്യപ്രകാശം എന്നീ ഘടകങ്ങൾ ആവശ്യമില്ല എന്നുള്ളത് ഓർത്തിരിക്കുക. വിത്ത് മുളയ്ക്കാൻ ജലം ആവശ്യമാണ്, എന്നാൽ മണ്ണും സൂര്യപ്രകാശം എന്ന ഘടകങ്ങൾ ആവശ്യമില്ല എന്ന് ഓർത്തിരിക്കുക. ജലത്തിന് പുറമെ വേറെ എന്തൊക്കെയാണ് ആവശ്യം? വായു, അനുയോജ്യമായ താപനില എന്നിവയും വിത്ത് മുളയ്ക്കാൻ ആവശ്യമാണ്. അപ്പം വിത്ത് മുളയ്ക്കാൻ ആവശ്യമായത് എന്തൊക്കെയാണ്? സൂര്യപ്രകാശം ആവശ്യമില്ല, മണ്ണ് ആവശ്യമില്ല, ജലവും വായുവും അനുയോജ്യമായ താപനിലയുമാണ് ആവശ്യം. ജലവും പിന്നെ വായുവും അനുയോജ്യമായ താപനില എന്നിവയാണ് വിത്ത് മുളയ്ക്കാൻ ആവശ്യമായിട്ടുള്ളത്. ഇനി വ്യത്യസ്ത വിത്തുകൾ മുളയ്ക്കാനെടുക്കുന്ന സമയവും അനുയോജ്യമായ താപനിലയും വ്യത്യാസമാണ്, എങ്കിലും സൂര്യപ്രകാശവും മണ്ണും ആവശ്യമില്ല എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് വിത്തിനുള്ളിലെ ജീവനാണ്. അനുകൂല സാഹചര്യത്തിൽ വിത്തിനകത്തുള്ള ഭ്രൂണം അതാണ് തൈച്ചെടിയായി വളരുന്ന പ്രവർത്തനത്തെയാണ് വിത്ത് മുളയ്ക്കൽ അഥവാ ബീജാങ്കുരണം എന്ന് പറയുന്നത്. അപ്പം ഈ വിത്തിൻ്റെ അകത്ത് എന്താണ് ബീജമൂലമായിട്ട് വരുന്നത്? അതായത് വേര് ആയിട്ട് വരുന്നത് എന്താണ്? ബീജമൂലം അഥവാ റാഡിക്കിളാണ് വേരായിട്ട് വരുന്നത്. നിങ്ങൾ ഇതിൻ്റെ അകത്ത് നോക്കിക്കേ, ബീജപത്രം എന്ന് പറയുന്നതാണ് ഇതിൻ്റെ കോട്ടിലിഡൻ അഥവാ ഇല വരുന്ന ആ 2 സ്ഥലം ഉണ്ടല്ലോ. പയറൊക്കെ മുളച്ച് കഴിയുമ്പോൾ ആദ്യം വരുന്ന പൊട്ടുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതാണ് ബീജപത്രം എന്ന് പറയുന്നത്. ബീജപത്രത്തിൻ്റെ അകത്തുനിന്നാണ് ബീജശീർഷം, അതായത് മുകളിലേക്കുള്ള ഭാഗം വരുന്നത്. ബീജമൂലം എന്ന് പറയുന്നത് വേര് ഭാഗമായിട്ട് പോകുന്നു. മൂലം എന്ന് പറയുമ്പോൾ നമുക്ക് കേട്ടാലും മനസ്സിലാവും താഴേക്കുള്ളത്. അപ്പോൾ റാഡിക്കിൾ അഥവാ ബീജമൂലം വേര് വരുന്നതും ബീജശീർഷം എന്ന് പറയുന്നത് ഇലകൾ ആണ്. ബീജപത്രത്തിൽ നിന്നാണ് ബീജശീർഷം വരുന്നതെന്നും ഓർത്തിരിക്കുക. ഇനി അതിൻ്റെ അത് പറയുന്നതാണ് ഹൈഡ്രോപോണിക്സ്. ഹൈഡ്രോപോണിക്സ് മണ്ണില്ലാതെയും സസ്യങ്ങൾ വളർത്തുന്ന നൂതന രീതിയെയാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. ഈ കൃഷി രീതിയിൽ മണ്ണിനു പകരം പോഷക ലായനിയിൽ സസ്യങ്ങൾ വളർത്തുന്നതാണ്. മണ്ണിന് പകരം പോഷക ലായനിയിലാണ് സസ്യങ്ങൾ വളർത്തുന്നത് എന്നും ഓർത്തിരിക്കുക. ഇനി വിത്ത് മുളയ്ക്കൽ കണ്ടോ, വിത്ത് കുതിർന്ന് പുറന്തോട് പൊട്ടുന്നു. ആദ്യം ബീജമൂലവും പിന്നീട് ബീജശീർഷവും പുറത്തു വരുന്നു. ആദ്യം വരുന്നത് ബീജമൂലമാണ്, വേര് ഭാഗമാണ് ആദ്യം വരുന്നത്. പിന്നീടാണ് ബീജശീർഷം വരുന്നത്. ബീജമൂലം ചെടിയുടെ വേരായി മാറുന്നു, ബീജശീർഷം തണ്ടും ഇലയുമായി മാറുന്നു. പൂർണ്ണതോതിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് വരെ
ബീജപത്രത്തിലോ ബീജ അന്നത്തിലോ കരുതി വെച്ച ആഹാരമാണ് വളർന്നു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത്. അതുവരെ പ്രകാശ സംശ്ലേഷണം നടത്തുന്നത് വരെ എന്താണ് ഉപയോഗിക്കുന്നത്? അവർ ബീജപത്രത്തിലോ ബീജ അന്നത്തിലോ കരുതി വെച്ച ആഹാരമാണ് വളർന്നു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത് എന്ന് ഓർത്തിരിക്കുക. ഇനി വിത്തിൽ നിന്നല്ലാതെയും ചെടികൾ മുളയ്ക്കുന്നുണ്ട്. മാതൃസസ്യത്തിൽ നിന്ന് പല സ്ഥലത്തേക്ക് വിത്തുകൾ എത്തിപ്പെടുന്നതിനെയാണ് വിത്ത് വിതരണം എന്ന് പറയുന്നത്. വിത്ത് വിതരണം പല രീതിയിൽ പക്ഷികൾ വഴി, കാറ്റ് വഴി അങ്ങനെയൊക്കെ നടക്കാറുണ്ട്. കണ്ടോ? വിത്ത് വിതരണം ഏതൊക്കെ രീതിയിൽ എന്നൊന്നും ചോദിച്ചു ക്വസ്റ്റ്യൻ വരില്ല. പക്ഷേ ഏത് ഉദാഹരണം തന്നിട്ട് അത് ഏത് രീതിയിലാണ് വിത്ത് വിതരണം നടക്കുന്നതെന്ന് ചോദിക്കാം. തേങ്ങ ഒഴുകി പോകുന്നത് കണ്ടോ? അപ്പോൾ തേങ്ങ ജലത്തിലൂടെയാണ് വിത്ത് വിതരണം നടക്കുന്നത്. അതുപോലെ തന്നെ അപ്പൂപ്പൻ താടീൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. അപ്പൂപ്പൻ താടിയും മഹാഗണിയും ഒക്കെ കാറ്റ് വഴിയാണ് അപ്പൂപ്പൻ താടിയും മഹാഗണിയും ഒക്കെ വിത്ത് വിതരണം നടക്കുന്നത്. ഇനി കടലാടി, അസ്ത്രപ്പുല്ല് ഇതൊക്കെ പറ്റിപ്പിടിക്കാൻ ഡ്രസ്സിലൊക്കെ പറ്റിപ്പിടിക്കുന്നതാണ്. അപ്പം കടലാടി, അസ്ത്രപ്പുല്ല്, പേര, ആൽമരം, പ്ലാവ് ഇതൊക്കെ ജന്തുക്കൾ വഴിയാണ്. ഈ ജന്തുക്കൾ കഴിച്ചിട്ട്, കിളികളൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ വിത്ത് ഇടുന്നത് വഴി അങ്ങനെ. അപ്പോൾ ആൽമരം, പ്ലാവ്, പേര, അസ്ത്രപ്പുല്ലൊക്കെ ജന്തുക്കൾ വഴിയാണ്. അതുപോലെ റബ്ബർ, കാശിത്തുമ്പ ഇതൊക്കെ പൊട്ടിത്തെറിച്ചിട്ടാണ് വെണ്ട, കാശിത്തുമ്പ, റബ്ബർ ഇതൊക്കെ. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. കാട്ടിലൂടെ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? അപ്പൂപ്പൻ താടിയും മഹാഗണിയൊക്കെയാണ്. പൊട്ടിത്തെറിച്ചിട്ടാണ് വെണ്ട, കാശിത്തുമ്പ, റബ്ബറൊക്കെ. ജലത്തിലൂടെയാണ് തെങ്ങ്. അതുപോലെ തന്നെ ജന്തുക്കൾ വഴിയാണ് ആൽമരം, പ്ലാവ്, പേര, അസ്ത്രപ്പുല്ല് ഇതൊക്കെ ജന്തുക്കൾ വഴിയാണ് എന്ന് ഓർത്തിരിക്കുക. അസ്ത്രപ്പുല്ല് കൂടാതെ കടലാടി അതും ജന്തുക്കൾ വഴിയാണ് ഓർത്തിരിക്കുക. അടുത്തത് ഇലകളിലെ വൈവിധ്യം എന്ന് പറയുന്ന ഭാഗമാണ്. പച്ചപ്പുള്ള ഭാഗങ്ങൾ നഷ്ടപ്പെട്ട ഇലകളിൽ അവശേഷിക്കുന്ന ഭാഗങ്ങളെയാണ് ഇലകളിലെ സിരകൾ എന്ന് പറയുന്നത്. ഞരമ്പ് പോലെ കാണുന്ന ഭാഗങ്ങളില്ലേ, അതാണ് ഇലകളിലെ സിരകൾ എന്ന് പറയുന്നത്. ഇലയിലേക്ക് ജലം എത്തിക്കുന്നതും ഇലയിൽ നിന്ന് ആഹാരം കൊണ്ടുപോകുന്നതും ഈ ഭാഗങ്ങൾ വഴിയാണെന്ന് ഓർത്തിരിക്കുക. ഇനി ജാലികാ സിരാവിന്യാസവും ഉണ്ട്, സമാന്തര സിരാവിന്യാസവും ഉണ്ട്. ജാലികാ സിരാവിന്യാസത്തിന് ഉദാഹരണം പ്ലാവിലയാണ്. സമാന്തര സിരാവിന്യാസത്തിന് ഉദാഹരണം മുള, നെല്ലിൻ്റെ ഇലയില്ലേ, അതൊക്കെ സമാന്തര സിരാവിന്യാസമാണ്. നമുക്ക് പാരലലായിട്ട് ലൈൻ പോലെ കാണുന്നതാണ് സമാന്തര സിരാവിന്യാസം. ജാലികാ സിരാവിന്യാസം എന്ന് പറയുന്നത് ബാക്കിയുള്ള സാധാരണ പ്ലാവില അങ്ങനത്തെ ഇലകളൊക്കെ, മാവിൻ്റെ ഇലകളൊക്കെ ജാലികാ സിരാവിന്യാസത്തിന് ഉദാഹരണമാണ്. അതായത് ഇലയുടെ ഈ ജാലികാ സിരാവിന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലയുടെ മധ്യഭാഗത്ത് ഇലഞ്ഞെട്ടിൽ നിന്ന് അഗ്രഭാഗം പോലെ നീണ്ടുപോകുന്ന ഒരു പ്രധാന സിരയുണ്ട്. അതിൽ നിന്ന് പുറപ്പെടുന്ന ചെറിയ ശാഖകളുണ്ട്. പരസ്പരം ബന്ധപ്പെട്ട് വലകണ്ണികൾ പോലെ കിടക്കുന്നതാണ് ജാലികാ സിരാവിന്യാസം എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, എളുപ്പമാണ്. ഇനി സമാന്തര സിരാവിന്യാസം അഥവാ പാരലൽ വീനേഷൻ എന്ന് പറയും. ഇലയിലെ സിരകളെല്ലാം പരസ്പരം കൂട്ടിമുട്ടാതെ ഇലയുടെ ഞെട്ടിൽ നിന്ന് തുടങ്ങി സമാന്തരമായി അഗ്രഭാഗത്ത് എത്തി യോജിക്കുന്നതാണ്. അഗ്രഭാഗത്ത് യോജിക്കുന്നുണ്ട്, തുടക്കത്തിലും യോജിക്കുന്നുണ്ട്, പക്ഷെ പരസ്പരം നടുക്കൊന്നും കൂട്ടിമുട്ടുന്നില്ല. അങ്ങനെയാണ് സമാന്തര സിരാവിന്യാസം എന്ന് പറയുന്നത്. വേരിനും പ്രത്യേകതയുണ്ട്. ഉണ്ടോ? കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വളരുന്ന ഒരു തായ് വേരും അതിൽ നിന്ന് വളരുന്ന ശാഖാവേരുകളും ചേർന്ന് കാണപ്പെടുന്ന വേരുപടലമാണ് തായ് വേരുപടലം. ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറയും. ഓൾമോസ്റ്റ് എല്ലാ ചെടികൾക്കും ടാപ്പ് റൂട്ട് സിസ്റ്റം തന്നെയാണ്. വലിയ വലിയ മരങ്ങൾക്കൊക്കെയും ഒരു മെയിൻ വേരുണ്ടാവും, അതിൻ്റെ അകത്ത് ശാഖയുണ്ടാവും. അതിനാണ് ടാപ്പ് റൂട്ട് സിസ്റ്റം. മാവ്, പ്ലാവ് തുടങ്ങിയവയിൽ തായ് വേര് പടലം കാണാം. എന്നാൽ കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്ന് വളരുന്ന നാരുകൾ പോലുള്ള ധാരാളം വേരുകൾ ചേർന്ന വേരുപടലമാണ് നാരുവേരു പടലം. പുൽവർഗത്തിൽപ്പെട്ട സസ്യങ്ങൾ നാരുവേരു പടലമാണ് ഉള്ളത്. തെങ്ങിന് നാരുവേരു പടലമാണെന്നും ഓർത്തിരിക്കുക. അതായത് ഇങ്ങനെ ഓർത്താൽ മതി. കൂടുതലും സമാന്തര സിരാവിന്യാസമുള്ള ചെടികൾക്കൊക്കെ നാരുവേര് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ആയിരിക്കും. പിന്നെ ജാലികാ സിരാവിന്യാസമുള്ള ചെടികൾക്കൊക്കെ ടാപ്പ് റൂട്ട് സിസ്റ്റം ആയിരിക്കും. കൂടുതലും അങ്ങനെയാണ് കാണപ്പെടുന്നത്. തീർന്നില്ല, വേറെയും ടൈപ്പ് വേരുകളുണ്ട്. സാധാരണയായി ബീജം മൂലം വളർന്നാണ് വേരുകളായി മാറുന്നത് എങ്കിൽ തണ്ടിൽ നിന്നും ശിഖരങ്ങളിൽ നിന്നും ചില വേരുകൾ ഉണ്ടാകുന്നുണ്ട്.
താങ്ങുവേര്, പൊയ്ക്കാൽവേര്, പറ്റുവേര് എന്നാണ് ഈ അറിയപ്പെടുന്നത്. താങ്ങുവേര് പ്രോപ്പ് റൂട്ട്, പൊയ്ക്കാൽവേര് സ്റ്റിൽറ്റ് റൂട്ട്, പറ്റുവേര് ക്ലിങ്ങിങ് റൂട്ട്. കണ്ടൽ ചെടിയിൽ കാണുന്ന പ്രത്യേകതരം വേരുകളെയാണ് ശ്വസന വേരുകൾ അഥവാ ന്യൂമാറ്റോഫോഴ്സ് എന്ന് പറയുന്നു. ഈ വേരിൻ്റെ അഗ്രഭാഗം മണ്ണിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു നിൽക്കും. ന്യൂമാറ്റോഫോഴ്സ് വാതക വിനിമയത്തിന് സഹായിക്കുന്നതുകൊണ്ട് ഇവയെ ശ്വസന വേരുകൾ എന്നും അറിയപ്പെടുന്നു. അപ്പം ശ്വസന വേരുകൾ ഉള്ളത് ഏതിനാണ്? കണ്ടൽ ചെടിക്കാണ്, ന്യൂമാറ്റോഫോഴ്സ്. അതുപോലെ തന്നെ തായ്വേര്, പൊയ്ക്കാൽവേര്, പറ്റുവേര് 3 ടൈപ്പ് വേരുകളും ഉണ്ട്. കണ്ടോ, ഇതിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. താങ്ങുവേര്, പറ്റുവേര് ഉള്ളത് വാനിലയ്ക്കൊക്കെയാണ്, കൊടി കുരുമുളകിനൊക്കെ പറ്റുവേരും ഉണ്ട്. ഇനി ഒരു കാര്യം കൂടി ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ഏകബീജപത്ര സസ്യങ്ങളും ദ്വിബീജപത്ര സസ്യങ്ങളും. ഒരു ബീജം മാത്രമുള്ള സസ്യങ്ങളെയാണ് ഏകബീജപത്രം അഥവാ മോണോകോട്ട് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. നാരുവേരുപടലം, ശിഖരങ്ങളില്ലാത്ത തണ്ട്, അതായത് സമാന്തര ശിരാവിന്യാസം, ശിഖരങ്ങളില്ലാത്ത തണ്ട് എന്നിവ ഏകബീജപത്ര സസ്യങ്ങളുടെ സവിശേഷതകളാണ്. അപ്പോൾ ഏകബീജപത്രമാണോ എന്നറിയാൻ എന്താ നോക്കണ്ടേ? ഒന്നാമത്തെ കാര്യം നാരുവേരുപടലമാണോ നോക്കുക. തെങ്ങിന് നാരുവേരുപടലമാണ്. പിന്നെ സമാന്തര ശിരാവിന്യാസമാണോ ഇലകൾക്ക് നോക്കുക. അതെ, സമാന്തര ശിരാവിന്യാസമാണ്. ഇനി ബ്രാഞ്ചസ് ഉണ്ടോ? മറ്റേ പ്ലാവിൻ്റെ ഒക്കെ ഇല, മാവിൻ്റെ ഒക്കെ ഇല പോകുന്ന പോലെ ബ്രാഞ്ചസ് ഉണ്ടോ? ഇല്ല, ഒറ്റ ഇത് പോവാ, ഇങ്ങനെ ഇലകൾ പോവാണ്. അപ്പോൾ അതുകൊണ്ട് ശിഖരങ്ങളില്ലാത്ത തണ്ടാണ്. ഇത്രയുമാണ് ഏകബീജപത്ര സസ്യങ്ങളുടെ സവിശേഷതകൾ. അപ്പോൾ തേങ്ങ ഏകബീജപത്ര സസ്യമാണ്. ഇനി ദ്വിബീജപത്ര സസ്യങ്ങൾ എന്താണ്? 2 ബീജപത്രങ്ങളുള്ള സസ്യങ്ങളെയാണ് ദ്വിബീജപത്ര സസ്യങ്ങൾ എന്ന് പറയുന്നത്. അതിൻ്റെ തായ്വേര് പടലമായിരിക്കും. കണ്ടോ, തായ്വേര് പടലമായിരിക്കും. ശിഖരങ്ങളോട് കൂടിയ തണ്ടായിരിക്കും. കണ്ടോ, ശിഖരങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ജാലികാ സ്ഥിരാവിന്യാസമായിരിക്കും. ഇത് ജാലികാ സ്ഥിരാവിന്യാസമായിരിക്കും. ഇങ്ങനെയുള്ള ഇലകളിൽ ജാലികാ സ്ഥിരാവിന്യാസമാണ്. ഇങ്ങനെയുള്ളതിനെയാണ് ദ്വിബീജപത്ര സസ്യങ്ങൾ എന്ന് പറയുന്നത്. അതായത് വേരും ഇലയും തമ്മിൽ ഇത്തരത്തിലുള്ള ബന്ധം കാണിക്കാത്ത ചില സസ്യങ്ങളും കാണാറുണ്ട്. അതായത് ചേമ്പ്, ചേന അങ്ങനെയും കാണാറുണ്ട്. അപ്പം മെയിനായിട്ടും പറയാനാണെങ്കിൽ ഇത് ഏകബീജപത്ര സസ്യവും ദ്വിബീജപത്ര സസ്യവും തമ്മിൽ കണ്ടുപിടിക്കാനുള്ള വഴി അതാണെന്ന് ഓർത്തിരിക്കുക. അടുത്തത്, പല പ്രദേശങ്ങളിലും മുമ്പ് ഉണ്ടായിരുന്നത് ഇപ്പോൾ എണ്ണത്തിൽ കുറവ് വന്നിട്ടുള്ളതുമായ സസ്യങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത്. മുള്ളിളം എന്ന് പറയുന്ന സസ്യം, തുമ്പ, ഇതൊക്കെ ഇപ്പോൾ ജീവികൾ എണ്ണത്തിൽ കുറഞ്ഞ ഭൂമിയിൽ ഇല്ലാതാകുന്നതിനെയാണ് വംശനാശം എന്ന് പറയുന്നത്. അതുപോലെ ജീവികളുടെ സ്വാഭാവിക ആവാസം നശിക്കുന്നതാണ് ഇതിനൊരു കാരണമായി വരുന്നത്. അങ്ങനെ സസ്യജാലങ്ങളും എണ്ണത്തിൽ കുറഞ്ഞ് ഭൂമിയിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതാണ്. അതിനൊരു ഉദാഹരണമാണ് മുള്ളിലവും തുമ്പയും എന്ന് പറഞ്ഞ് ഈ ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഉള്ളൂ ഇതിൻ്റെ അകത്ത്. അടുത്ത ചാപ്റ്റർ അടുത്ത ബുക്കിലാണ്. പുതിയ SCERT ഒരു 4 ചാപ്റ്ററും കൂടി ഉണ്ട്. അത് അടുത്ത ബുക്കിലാണ്. അടുത്ത ബുക്കിൽ നോക്കാം. അടുത്തത് 2ാമത്തെ ഭാഗമാണ്. ഇതിലെ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത്, ആദ്യത്തെ ചാപ്റ്റർ 1 2 3 4 കയ്യെത്തും ദൂരത്ത് ആകാശം എന്ന് പറയുന്ന അടുത്ത ചാപ്റ്ററാണ്. എന്താണ് ആകാശം എന്ന് നോക്കാം. ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുള്ള വായുരഹിതമായ സ്ഥലത്തെയാണ് അന്തരീക്ഷം എന്ന് പറയുന്നത്. ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുള്ള വായുരഹിതമായ സ്ഥലമാണ് ആകാശം അഥവാ ബഹിരാകാശം എന്ന് പറയുന്നത്. ചന്ദ്രനും സൂര്യനും നക്ഷത്രങ്ങളും ഒക്കെ ഉള്ളത് ബഹിരാകാശത്ത് തന്നെയാണ്. ഇനി ഭൂമിയും ആകാശഗോളങ്ങളും നോക്കിക്കഴിഞ്ഞാൽ കുറേ നക്ഷത്രങ്ങൾ കാണാൻ. കണ്ടോ, ഇതിൽ ഭൂമി എന്ന് പറയുന്നത് ഭൂമി എന്ന് പറയുന്നത് 50 ചന്ദ്രനെ ഉൾക്കൊള്ളാവുന്ന വലിപ്പമുണ്ട് എന്നാണ് പറയുന്നത്. ചന്ദ്രന് എത്ര വലിപ്പം ഉണ്ട്? ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് 3.84 ലക്ഷം കിലോമീറ്റർ അകലെയാണ്. നമുക്ക് PSCക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വരിക. സൂര്യൻ എന്ന് പറയുന്നത് 13 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാവുന്ന വലിപ്പമുണ്ട്. ഭൂമിയിൽ നിന്ന് 15 കോടി കിലോമീറ്റർ അകലെയാണ്. അതുപോലെ
ആൽഫ സെന്റോറി എ എന്ന് പറയുന്നത് 16 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാവുന്ന വലിപ്പമുണ്ട്. ഭൂമിയിൽ നിന്ന് 40 ലക്ഷം കോടി കിലോമീറ്റർ അകലെയാണ് ഉള്ളത്. ഈ 4 പിക്ചറും കൊടുത്തിട്ട് ഇത്രയുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് എന്തായാലും പഠിക്കണം. ഒന്നാമത്തെ ഏറ്റവും ചെറുത് ചന്ദ്രനാണ്. ഏറ്റവും ചെറുത് ചന്ദ്രനാണ്. ഭൂമിയിൽ നിന്ന് 3.84 ദശലക്ഷം എന്ന് പറയുമ്പോൾ ഏകദേശം 4 ലക്ഷം കിലോമീറ്റർ അകലെയാണ്. ഏകദേശമാണ് 4 ലക്ഷം കിലോമീറ്റർ. 3.84 ഇത് അപ്രോക്സിമേറ്റ് അല്ല, എന്തായാലും ഓർത്തിരിക്കണം. 3.84 ഏകദേശം 4 ലക്ഷം കിലോമീറ്റർ അകലെയാണ് ചന്ദ്രൻ എന്ന് പറയുന്നത്. ഇനി ഭൂമി എന്ന് പറയുന്നതോ 50 ചന്ദ്രനെ ഉൾക്കൊള്ളാവുന്ന വലിപ്പമുള്ളതാണ് ഭൂമി എന്ന് പറയുന്നത്. സൂര്യനോ 13 ലക്ഷം ഭൂമിയെ, 50 ചന്ദ്രനാണ് ഭൂമി എന്ന് പറയുന്നത്, 50 എണ്ണമാണുള്ളൂ. ഇവിടെ 13 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാവുന്ന വലിപ്പമാണ് സൂര്യനുള്ളത്. 13 ഭൂമിയല്ല, 13 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാവുന്ന വലിപ്പമാണ് സൂര്യനുള്ളത്. ഭൂമിയിൽ നിന്ന് 15 കോടി കിലോമീറ്റർ അകലെയാണ്. 15 കോടി കിലോമീറ്റർ അകലെയാണ്. മറ്റേത് ഏകദേശം 4 ലക്ഷമാണ്. ഇത് 15 കോടി കിലോമീറ്റർ അകലെയാണ്. 13 ലക്ഷം ഭൂമിയുടെ വലിപ്പവും 15 കോടി കിലോമീറ്റർ അകലെ. ഇനി ആൽഫ സെന്റോറി എ ആണെങ്കിലോ 16 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാവുന്ന വലിപ്പവും 40 ലക്ഷം കോടി കിലോമീറ്റർ ഭൂമിയിൽ നിന്നും അകലെയാണ്. 16 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാവുന്ന വലിപ്പവും, ഭൂമിയെ തന്നെയാണ് ഉൾക്കൊള്ളാവുന്ന വലിപ്പവും, ഭൂമിയിൽ നിന്ന് 40 ലക്ഷം കോടി കിലോമീറ്റർ അകലെയുമാണ് എന്ന് ഈ 2 കാര്യങ്ങളും ഓർത്തിരിക്കുക. ഇനി ഓരോ നക്ഷത്രങ്ങളെ പറ്റിയാണ്. വേട്ടക്കാരൻ എന്ന് പറയുന്ന നക്ഷത്രഗണങ്ങൾ എന്താണ്? ഡിസംബർ മാസത്തിലെ സന്ധ്യാസമയത്ത് കിഴക്കൻ ചക്രവാളത്തിൽ കാണാവുന്ന നക്ഷത്രഗണമാണ് ഇത്. എവിടെയാണ് കാണുക? കിഴക്കൻ ചക്രവാളത്തിലാണ് കാണുക. സന്ധ്യാസമയത്താണ് കാണുക, ഡിസംബർ മാസത്തിൽ. ഈ സമയത്ത് ഡിസംബർ മാസത്ത് സന്ധ്യാസമയത്ത് കിഴക്കൻ ചക്രവാളത്തിൽ നോക്കുമ്പോൾ കാണുന്ന നക്ഷത്രഗണമാണ് വേട്ടക്കാരൻ എന്ന് പറയുന്നത്. വേട്ടക്കാരൻ്റെ രൂപം കിട്ടും. ഗ്രീക്ക് അവരുടെ ഐതിഹ്യമാലയിലെ വേട്ടക്കാരനായ ഓറിയോണിൻ്റെ പേരാണ് ഈ നക്ഷത്രഗണത്തിന് ഇട്ടിരിക്കുന്നത്. ഓറിയോൺ. അടുത്തത് സപ്തർഷികൾ. ദൂരദർശിനിയുടെ സഹായമില്ലാതെ ഏപ്രിൽ മാസത്തിൽ വടക്കൻ ചക്രവാളത്തിൽ വ്യക്തമായി നിരീക്ഷിക്കാൻ കഴിയുന്ന നക്ഷത്രഗണമാണ്. അപ്പോൾ ഏപ്രിൽ മാസത്തിലാണ് സപ്തർഷികൾ. സപ്തർഷികൾ വടക്കൻ ചക്രവാളത്തിലാണ്. അടുത്തത് 7 നക്ഷത്രങ്ങളെ വ്യക്തമായി, സപ്തം പേരിലൂടെ തന്നെ അറിയാം, 7 നക്ഷത്രങ്ങളെ വ്യക്തമായി കാണാവുന്നതിനാലാണ് ഈ കൂട്ടത്തിന് ഇന്ത്യയെ സപ്തർഷികൾ എന്ന് പേര് വന്നു. വലിയ തവിയുടെ രൂപം സങ്കല്പിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ ബിഗ് ഡിപ്പർ എന്നും ഇതിന് പേര് നൽകുന്നുണ്ട്. അർസ മേജർ എന്ന നക്ഷത്ര ഗണത്തിന്റെ ഭാഗമായാണ് ഇത് കാണപ്പെടുന്നത്. അർസ മേജർ എന്ന നക്ഷത്ര ഗണത്തിന്റെ ഭാഗമായാണ് ഇത് കാണപ്പെടുന്നത്. ഒന്നുകൂടെ പറയാം. സപ്തർഷികൾ എന്ന് പറയുന്ന ഏപ്രിൽ മാസത്തിലാണ്. 7 നക്ഷത്രങ്ങളുണ്ട്. വടക്കൻ ചക്രവാളത്തിലാണ് കാണുന്നത്. തവിയുടെ രൂപത്തിലായതുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ ബിഗ് ഡിപ്പർ എന്നും അർസ മേജർ എന്ന നക്ഷത്ര ഗണത്തിന്റെ ഭാഗമായിട്ടുമാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഈ സപ്തർഷികളിൽ പഠിച്ചത് എന്തൊക്കെയാണ്? ഏപ്രിൽ മാസം, വടക്കൻ ചക്രവാളം, 7 നക്ഷത്രം, ബിഗ് ഡിപ്പർ, അർസ മേജർ, ഇത്രയുമാണ് സപ്തർഷികളിൽ പഠിച്ചത്. ഓറിയോണിൽ പഠിച്ചത് എന്തൊക്കെയാണ്? വേട്ടക്കാരനിൽ ഡിസംബർ, കിഴക്കൻ ചക്രവാളം, അത്രയേ ഉള്ളൂ. ഓറിയോൺ എന്ന പേരാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ബഹിരാകാശ നിലയത്തെ പറ്റി പറയുന്നുണ്ട്. നോക്കാതെ എന്തൊക്കെയാണെന്ന് നോക്കാം. ബഹിരാകാശ നിലയം എന്ന് പറയുന്നത് ബഹിരാകാശത്ത് സ്ഥാപിച്ചിട്ടുള്ള പരീക്ഷണശാലയെയാണ് ബഹിരാകാശ നിലയം എന്ന് പറയുന്നത്. ഇവിടെ വായുവില്ല, ജലമില്ല, പിന്നെ ഭാരം അനുഭവപ്പെടുന്നില്ല, ശബ്ദമില്ല, ഗുരുത്വാകർഷണമില്ല, ഒന്നുമില്ല. ഓർക്കുക, വായുവില്ല, ജലമില്ല, ഭാരം അനുഭവപ്പെടില്ല, അതുപോലെ തന്നെ ശബ്ദം ഉണ്ടാവില്ല, ഗുരുത്വാകർഷണമില്ല. അതുകൊണ്ട് ഇങ്ങനെ പറന്ന് നടക്കുന്നത് പോലെ പറന്ന് നടക്കും. അടുത്തത് ചന്ദ്രനാണ്. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ആകാശഗോളമാണ് ചന്ദ്രൻ. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ആകാശഗോളമാണ്, ഭൂമിയുടെ അടുത്തുള്ള ആകാശഗോളമാണ് കേട്ടോ, ഗ്രഹമല്ല, ആകാശഗോളമാണ് ചന്ദ്രൻ എന്ന് പറയുന്നത്. ഇനി രാത്രികാലങ്ങളിൽ ആകാശത്ത് ഏറ്റവും കൂടുതൽ തെളിഞ്ഞും വലുതായും കാണുന്നത് ചന്ദ്രനെയാണ്. കാരണം ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളം ആയതുകൊണ്ടാണിത്. ഇനി ഭൂമി എന്ന ഗ്രഹത്തെ ചന്ദ്രൻ ചുറ്റുന്നു.
ഭൂമിയുടെ പ്രകൃതിദത്ത ഉപഗ്രഹമാണ് ചന്ദ്രൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സൂര്യപ്രകാശം ചന്ദ്രനിൽ തട്ടി പ്രതിഫലിക്കുന്നതാണ് പ്രകാശമായി നാം കാണുന്നത്. നമ്മൾ രാത്രിയിലാണ് ചന്ദ്രനെ കാണുന്നത്, കാരണം അപ്പുറ സൈഡിൽ സൂര്യനുണ്ട്. ആ സൂര്യൻ്റെ വെളിച്ചം തട്ടിയിട്ട് പ്രതിഫലിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇനി സൗരയൂഥം എന്ന് പറയുന്ന ഭാഗമാണ്. സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും മറ്റനേകം വസ്തുക്കളും ചേർന്നതിനെയാണ് സൗരയൂഥം എന്ന് പറയുന്നത്. സൂര്യനും ഗ്രഹങ്ങളും മാത്രമല്ല, സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും മറ്റനേകം വസ്തുക്കളും എല്ലാം കൂടെ ചേർന്നതിനെയാണ് സൗരയൂഥം എന്ന് പറയുന്നത്. സൗരയൂഥത്തിൽ എത്ര ഗ്രഹങ്ങളുണ്ട്? 8 ഗ്രഹങ്ങളുണ്ട്. ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നത് പോലെ ഭൂമിയും സൗരയൂഥത്തിലെ മറ്റു ഗോളങ്ങളും സൂര്യനെ ചുറ്റുന്നുണ്ട്. ആകാശഗോളങ്ങളുടെ ഈ സൂര്യനെ ചുറ്റുന്നതിനെയാണ് പരിക്രമണ പഥം. ഈ പാതയെയാണ് പരിക്രമണ പഥം എന്ന് പറയുന്നത്. ചുറ്റുന്നതിന് പരിക്രമണം എന്നും പാതയെ പരിക്രമണ പഥം അഥവാ ഓർബിറ്റ് എന്നും പറയുന്നു. ഇനി സൗരയൂഥത്തിൽ 8 ഉപഗ്രഹങ്ങളാണുള്ളത്. അത് കൃത്രിമോപഗ്രഹത്തെ പറ്റി പറയുന്നുണ്ട്. ക്യാമറയും മറ്റ് നിരവധി ഉപകരണങ്ങളും ഘടിപ്പിച്ച ചില യന്ത്ര സംവിധാനങ്ങൾ മനുഷ്യർ നിർമ്മിച്ച് ബഹിരാകാശത്തേക്ക് അയച്ചിട്ടുണ്ട്. അവ സദാ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഈ മനുഷ്യനിർമ്മിത യന്ത്രങ്ങളാണ് കൃത്രിമോപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഭൂമിയെ സദാസമയം ചുറ്റിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ അകത്ത് ക്യാമറയും മറ്റ് നിരവധി ഉപകരണങ്ങൾ ഘടിപ്പിച്ച യന്ത്ര സംവിധാനങ്ങളാണ്. ഈ മനുഷ്യനിർമ്മിത യന്ത്രങ്ങളാണ് കൃത്രിമോപഗ്രഹങ്ങൾ അഥവാ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. ഇത്തരം കൃത്രിമോപഗ്രഹങ്ങളാണ് GPS പോലുള്ള സേവനങ്ങൾ ലഭ്യമാക്കുന്നത്. GPS-ന്റെ ഫുൾ ഫോം ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ഈ കൃത്രിമോപഗ്രഹങ്ങളുടെ സേവനങ്ങൾ എന്തൊക്കെയാണ്? വിദൂര സംവേദനം, ആശയവിനിമയം, ഗതി നിർണയം, ശാസ്ത്ര പര്യവേഷണം, വിഭവ സ്രോതസ്സുകൾ കണ്ടെത്തലും രേഖപ്പെടുത്തലും പിന്നെ പ്രതിരോധത്തിനുമായിട്ടും കൃത്രിമോപഗ്രഹം ഉപയോഗിക്കാറുണ്ട് എന്ന് ഓർത്തിരിക്കുക. ഇത് ഇന്ത്യയുടെ കൃത്രിമോപഗ്രഹങ്ങളാണ്. അതെന്തിനൊക്കെയാണ് ആ കൃത്രിമോപഗ്രഹങ്ങൾ അയച്ചിരിക്കുന്നത്, വിക്ഷേപിച്ചിരിക്കുന്നത് എന്ന് നോക്കാം. ഇൻസാറ്റ് എന്ന് പറയുന്നത് വാർത്താവിനിമയം ആണ്. ഇൻസാറ്റ്. എഡ്യൂസാറ്റ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസത്തെയാണ്. IRNSS എന്ന് പറയുന്നത് ഗതി നിർണയം നാവിഗേഷൻ സാറ്റലൈറ്റ് ആണ് IRNSS. കാർട്ടോസാറ്റ് എന്ന് പറയുന്നത് ഭൗമ നിരീക്ഷണമാണ്. ആസ്ട്രോസാറ്റ് എന്ന് പറയുന്നത് ആസ്ട്രോളജിയുമായി ബന്ധപ്പെട്ട ജ്യോതിശാസ്ത്ര പഠനമാണ്. GSAT 7-ഉം എമിസാറ്റും പ്രതിരോധമാണെന്ന് ഓർത്തിരിക്കുക. GSAT 7-ഉം എമിസാറ്റും പ്രതിരോധ സാറ്റലൈറ്റുകളാണെന്ന് ഓർത്തിരിക്കുക. ഒന്നുകൂടെ പറയാം. ഇൻസാറ്റ് വാർത്താവിനിമയം, എഡ്യൂസാറ്റ് വിദ്യാഭ്യാസം, IRNSS ഗതി നിർണയം, കാർട്ടോസാറ്റ് ഭൗമ നിരീക്ഷണം, ആസ്ട്രോസാറ്റ് ജ്യോതിശാസ്ത്ര പഠനം, GSAT 7-ഉം എമിസാറ്റും പ്രതിരോധം. ഇന്ത്യയുടെ ഒരു സ്വതന്ത്ര പ്രാദേശിക ഗതി നിർണയ ഉപഗ്രഹ സംവിധാനമാണ് IRNSS. നമ്മൾ പറഞ്ഞു ഗതി നിർണയത്തിന് വേണ്ടിയാണ്, നാവിഗേഷന് വേണ്ടിയിട്ടാണ്. NAV-IC എന്നാണ്. നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ എന്നാണ് NAV-IC അങ്ങനെയും അറിയപ്പെടുന്നു. GPS-ന് സമാനമായ ഇന്ത്യൻ സംവിധാനം ആണ് ഈ NAV-IC അഥവാ IRNSS എന്ന് പറയുന്നത്. ഇനി റോക്കറ്റുകൾ എന്താണ്? തദ്ദേശീയമായി വികസിപ്പിച്ച ഗതി നിർണയ ഉപഗ്രഹത്തിൻ്റെ വിക്ഷേപണം മെയ് 29-ന് നടക്കും. GSLV-12 റോക്കറ്റ് ഉപയോഗിച്ചാണ് ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിക്കുന്നത്. 18 മിനിറ്റ് കൊണ്ട് റോക്കറ്റ് ഉപഗ്രഹത്തെ അതിൻ്റെ ഭ്രമണപഥത്തിൽ എത്തിക്കും. ഇത് ഒരു ന്യൂസായിട്ട് വന്നതാണ്. ബഹിരാകാശ ആസൂത്രണങ്ങൾ നടപ്പിലാക്കുന്ന ബഹിരാകാശ സ്ഥാപനമാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. അതാണ് നമ്മുടെ ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന സ്ഥാപനം എന്ന് പറയുന്നത്. ഉപഗ്രഹങ്ങളുടെയും ബഹിരാകാശ പേടകങ്ങളുടെയും ബഹിരാകാശത്ത് എത്തിക്കാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് റോക്കറ്റുകൾ എന്ന് പറയുന്നത്. ഉപഗ്രഹങ്ങളും ബഹിരാകാശ പേടകങ്ങളും എല്ലാം ബഹിരാകാശത്ത് എത്തിക്കാൻ ഉപയോഗിക്കുന്നത്. അതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ ആണ് ISRO എന്നുള്ളതും ഇതിൽ ഓർത്തിരിക്കുക. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഉണ്ട്. സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററും ഉണ്ട്.
തുമ്പ എന്ന് പറയുന്നത് കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എന്ന് പറയുന്നത് തുമ്പയാണ്. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം 1963 നവംബർ 21 സ്ഥാപിതമായത്. ഓർത്തിരിക്കുക, 1963 നവംബർ 21 തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തിരുവനന്തപുരം ജില്ലയിലെ ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ്. അടുത്ത സതീഷ് ധവാൻ സ്പേസ് സെൻ്റർ ആണ്. ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ സ്ഥിതി ചെയ്യുന്നു. 1971 ഏകദേശം 10 വർഷം കഴിഞ്ഞിട്ടാണ്, 1971 ഒക്ടോബറിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇതിന് സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിനാണ് 2 വിക്ഷേപ തറകൾ ഉള്ളത്. ഇനി വിക്രം സാരാഭായ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. ഇന്ത്യയിൽ ബഹിരാകാശ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു. ഇദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥമാണ് തിരുവനന്തപുരത്തെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം തുമ്പ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിന് വിക്രം സാരാഭായ് സ്പേസ് സെൻ്റർ എന്നും ചന്ദ്രയാൻ്റെ ലാൻഡറിന് വിക്രം എന്നു പേര് നൽകിയത്. 2 എണ്ണം ഉണ്ട്. ഒന്ന് തിരുവനന്തപുരത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിന് വിക്രം സാരാഭായ് സ്പേസ് സെൻ്റർ എന്ന് പേര് നൽകിയതും അതുപോലെ തന്നെ ചന്ദ്രയാൻ്റെ ലാൻഡറിനാണ് വിക്രം എന്ന് പേര് നൽകിയതും വിക്രം സാരാഭായ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്ന വിക്രം സാരാഭായുടെ പേരാണ്. ബഹിരാകാശ പദ്ധതിയുടെ പിതാവാണ്. ഇനി സതീഷ് ധവാൻ ആരാണ്? ISROയുടെ ചെയർമാനായിരുന്നു സതീഷ് ധവാൻ. ഇന്ത്യയുടെ തനതായ ബഹിരാകാശ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിന് നേതൃത്വം നൽകി. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായിട്ട് ശ്രീഹരിക്കോട്ടയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സതീഷ് ധവാൻ സ്പേസ് സെൻ്റർ എന്ന പേരിൽ അറിയപ്പെടുന്നു. ISRO ചെയർമാനായിരുന്നു സതീഷ് ധവാൻ. ആദ്യത്തെ ഇന്ത്യയുടെ തനതായ ബഹിരാകാശ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയ ആളാണ്. എന്നാൽ ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് വിക്രം സാരാഭായ് ആണെന്ന് ഓർത്തിരിക്കുക. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ആകാശഗോളമാണ് ചന്ദ്രൻ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ ബഹിരാകാശ സഞ്ചാരികൾ എന്ന് പറയുന്നത് നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും ആണ്. അപ്പോളോ 11 എന്ന വാഹനത്തിലാണ് മനുഷ്യർ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങുന്നത്. അപ്പോളോ 11 എന്ന പേടകം നിയന്ത്രിച്ചത് മൈക്കൽ കോളിൻസ് ആണ്. ആദ്യമായി മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയത് 1969 ജൂലൈ 21 ആദ്യമായി മനുഷ്യനിലെ ചന്ദ്രനിലേക്ക് എത്തിച്ച ബഹിരാകാശ ഏജൻസി എന്ന് പറയുന്നത് നാസയാണ്. നാസയുടെ അപ്പോളോ 11 എന്ന ചന്ദ്ര പര്യവേഷണ പേടകത്തിലാണ് നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ എന്നീ ബഹിരാകാശ സഞ്ചാരികൾ ആദ്യമായി ചന്ദ്രനിൽ എത്തിയത്. മൈക്കൽ കോളിൻസ് ആണ് ഈ പേടകം നിയന്ത്രിച്ചിരുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പോളോ 11, നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ, പിന്നെ മൈക്കൽ കോളിൻസ്. 1969 ജൂലൈ 21 നാസ. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി 1957 ഒക്ടോബർ 4 സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച സ്പുട്നിക് 1 ആണ് ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം. ആദ്യമായിട്ട് മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയ കാര്യമാണ് ഇപ്പം നമ്മൾ പറഞ്ഞ അപ്പോളോ 11 നീൽ ആംസ്ട്രോങ് ഒക്കെ. എന്നാൽ ബഹിരാകാശത്ത് ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം എന്ന് പറയുന്നത് സ്പുട്നിക് 1 ആണ്. അത് സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ചതാണ്. എന്നാണ്? 1957 ഒരു 10 വർഷം ഏകദേശം ഒരു 10 വർഷം കഴിഞ്ഞിട്ടാണ്. 1969 മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തുന്നത്. അപ്പം 1957 56 കേരളം ഫോം ചെയ്തു. പിറ്റേ വർഷം തന്നെ 57 ഒക്ടോബർ 4 സോവിയറ്റ് യൂണിയൻ സ്പുട്നിക് 1 വിക്ഷേപിച്ചു. ഇതിൻ്റെ വിക്ഷേപണത്തോടെയാണ് ബഹിരാകാശ യുഗം ആരംഭിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ഒക്ടോബർ 4 മുതൽ 10 വരെ ബഹിരാകാശ വാരമായി ആചരിക്കുന്നു. സ്പുട്നിക് 1 വിക്ഷേപണത്തിൻ്റെയും 67 ഒക്ടോബർ 10 നിലവിൽ വന്ന അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടിയുടെയും ഓർമ്മയ്ക്കാണ് ഈ വാരാചരണം നടക്കുന്നത്. 1957 ഒക്ടോബർ 4 സ്പുട്നിക് 1. അപ്പോൾ ഒക്ടോബർ 4 അത് സെലക്ട് ചെയ്തു. പിന്നെ 10 വരെ വരാൻ കാരണം എന്താണ്? 67 അതായത് 10 വർഷം കഴിഞ്ഞ് 67 ഒക്ടോബർ 10 അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി വരുന്നത്. അതുകൊണ്ട് ഒക്ടോബർ 4 മുതൽ ഒക്ടോബർ 10 വരെ ബഹിരാകാശ വാരം ആചരിക്കുന്നു. ഡേറ്റുകൾ ഓർത്തിരിക്കുക. 1957 ഒക്ടോബർ 4 സ്പുട്നിക് 1, 1967 ഒക്ടോബർ 10 വർഷം കഴിഞ്ഞ് ഒക്ടോബർ 10
എന്താണ് അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി. പിന്നെ ഒരു 2 വർഷം കഴിഞ്ഞ് 1969 ജൂലൈ 21 മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങി. അടുത്തത് ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യങ്ങളാണ്. ചന്ദ്രയാൻ എന്ന പേരിൽ നമ്മുടെ രാജ്യം ചന്ദ്ര പര്യവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ചന്ദ്രയാൻ 1 എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ആദ്യ ചന്ദ്ര പര്യവേഷണ പേടകമാണ് ചന്ദ്രയാൻ 1. 2008 ഒക്ടോബർ 22 ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ഇത് വിക്ഷേപിച്ചത്. ശ്രീഹരിക്കോട്ട ആന്ധ്രാപ്രദേശിലാണ്. 2008 ഒക്ടോബർ 22 ഒക്ടോബറിലാണ്, ഒക്ടോബർ 22 ചന്ദ്രന്റെ 100 കിലോമീറ്റർ അകലെയുള്ള പരിക്രമണ പഥത്തിലൂടെ ചുറ്റി സഞ്ചരിച്ച് ചന്ദ്രന്റെ ഉപരിതലത്തെക്കുറിച്ച് പഠനം നടത്തുകയാണ് ചന്ദ്രയാൻ 1 ചെയ്തത്. ചന്ദ്രയാൻ 1 എന്ന് പറയുന്നത് ചന്ദ്രനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ ചന്ദ്രയാൻ 1 ദൗത്യം എന്നാണ് 2008 ഒക്ടോബർ 22 എവിടെ നിന്നാണ്? ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ്. എന്തിനാണ് അയച്ചത്? ചന്ദ്രന്റെ 100 കിലോമീറ്റർ അകലെയുള്ള പരിക്രമണ പഥത്തിലൂടെ ചുറ്റി സഞ്ചരിച്ചിട്ട് ചന്ദ്രന്റെ ഉപരിതലത്തെക്കുറിച്ച് പഠനം നടത്തുക എന്നതാണ് ഉദ്ദേശം ചന്ദ്രന്റെ ഉപരിതല പഠനമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ചന്ദ്രയാൻ 2 എന്താണ്? ഇന്ത്യയുടെ രണ്ടാമത്തെ ചന്ദ്ര പര്യവേഷണ പേടകമാണ് ചന്ദ്രയാൻ 2. 2018 അല്ല, 2019 ജൂലൈ 22 അവിടെയും ഒരു 22 ഉണ്ട്. ഒക്ടോബർ 22 ഒന്നാമത്തെ. ഒരു 10 വർഷം, ഏകദേശം 10 വർഷം. 2019 ജൂലൈ 22 ചന്ദ്രയാൻ 2 വിക്ഷേപിക്കുന്നത്. ചന്ദ്രനിൽ ഇറങ്ങി പാറകളുടെയും മണ്ണിൻ്റെയും പ്രത്യേകതകൾ പഠിക്കുകയായിരുന്നു ലക്ഷ്യം. പക്ഷേ അത് ഫെയിലിയറായി. എന്തായിരുന്നു ലക്ഷ്യം? പാറകളുടെയും മണ്ണിൻ്റെയും പ്രത്യേകതകൾ പഠിക്കുക എന്നുള്ളതായിരുന്നു ചന്ദ്രനിൽ ഇറങ്ങിയിട്ട് അതിൻ്റെ ലക്ഷ്യം. 2019 ജൂലൈ 22 ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത്. മൂന്നാമത്തെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ആദ്യ പേടകമാണ് ചന്ദ്രയാൻ 3. അപ്പം രണ്ടാമത് വിക്ഷേപിച്ചത് 2019 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ 2023 അല്ല, 2029 പക്ഷെ അത്രയൊന്നും എടുത്തില്ല. 2023 ജൂലൈ 14 വിക്ഷേപിക്കുന്നത്. 2023 ജൂലൈ 14 വിക്ഷേപിക്കുന്നു. 2023 ഓഗസ്റ്റ് 23 ചന്ദ്ര ഉപരിതലത്തിൽ ലാൻഡർ ഇറങ്ങുന്നു. അതിൽ നിന്നുള്ള റോവർ ചന്ദ്ര ഉപരിതലത്തിൽ സഞ്ചരിച്ച് പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടു. അപ്പം ആദ്യമായിട്ട് ലാൻഡർ അവിടെ എത്തുന്നത് എന്നാണ്? ഓഗസ്റ്റ് 23 ജൂലൈ 14 ഇവിടെ നിന്ന് അയച്ചതാണ്. അടുത്ത മാസം 23 ഓഗസ്റ്റ് 23 ചന്ദ്രന്റെ ഉപരിതലത്തിൽ ലാൻഡർ ഇറങ്ങുന്നു. അതിൽ നിന്ന് റോവറാണ് ചന്ദ്ര ഉപരിതലത്തിൽ സഞ്ചരിച്ച് പരീക്ഷണങ്ങൾ നടത്തുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് മറ്റു പദ്ധതികളാണ്. ചന്ദ്രനെ പറ്റി മാത്രമല്ല മറ്റ് ആകാശഗോളങ്ങളെ പറ്റിയും ഇന്ത്യ പഠിക്കാൻ അയക്കുന്നുണ്ട്. മംഗൾയാൻ എന്ന് പറയുന്നത് ചൊവ്വ പര്യവേഷണമാണ്. മംഗൾയാൻ ചൊവ്വ പര്യവേഷണമാണ്. ആദിത്യ L1 എന്ന് പറയുന്നത് സൗര പര്യവേഷണമാണ്. ഗഗൻയാൻ എന്ന് പറയുന്നത് ബഹിരാകാശ പര്യവേഷണമാണ് എന്നുള്ളതും ഓർത്തിരിക്കുക. ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ വർഷം രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും കൂടെ നമുക്ക് നോക്കാം. ഒരു കാര്യം വിട്ടുപോയി. ബഹിരാകാശ ഗോളങ്ങളും അതായത് നക്ഷത്രവും ഗ്രഹങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. നക്ഷത്രം എന്ന് പറയുന്നത് പ്രകൃതിയാൽ ഉള്ളതാണ്. ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് പ്രകൃതിയാൽ ഉള്ളത് ആണ്. ഇനി സ്വയം പ്രകാശിക്കുന്നതാണ് നക്ഷത്രങ്ങൾ, എന്നാൽ ഗ്രഹങ്ങൾ സ്വയം പ്രകാശിക്കുന്നില്ല. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ മിന്നിത്തിളങ്ങുന്നതായി തോന്നുന്നത് എന്താണ്? നക്ഷത്രങ്ങളാണ്. എന്നാൽ ഭൂമിയിൽ നോക്കുമ്പോൾ മിന്നാതെ തെളിഞ്ഞു നിൽക്കുന്നതാണ് ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഇനി പ്രകൃതിയാൽ ഉള്ളതാണ് ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും. എന്നാൽ ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത് പ്രകൃതിയാൽ ഉള്ളതുമുണ്ട്, മനുഷ്യനിർമ്മിതവുമുണ്ട്. ചന്ദ്രൻ എന്ന് പറയുന്നത് പ്രകൃതിയാലുള്ള ഭൂമിയുടെ ഉപഗ്രഹമാണ്. ഇനി നക്ഷത്രം എന്ന് പറയുന്നത് സ്വയം പ്രകാശിക്കുന്നു, ഗ്രഹം സ്വയം പ്രകാശിക്കുന്നില്ല. അതുപോലെ ഉപഗ്രഹങ്ങളും സ്വയം പ്രകാശിക്കുന്നില്ല. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ മിന്നിത്തിളങ്ങുന്നതായി തോന്നുന്നത് നക്ഷത്രമാണ്, മിന്നാതെ കാണുന്നത് ഗ്രഹമാണ്. ഉപഗ്രഹവും ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ മിന്നാതെ തന്നെയാണ് കാണുന്നത്. ഇത് ഓർത്തിരിക്കണേ. വേറൊരു കാര്യം, ഭൂമി പരിക്രമണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പരിക്രമണ പാതയിലൂടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഭൂമിയുടെ പരിക്രമണ പഥത്തിൻ്റെ സ്ഥാനം
ഏതെല്ലാം ഗ്രഹങ്ങളുടെ പരിക്രമണ പഥങ്ങൾക്കിടയിലാണ് എന്ന് ചോദിച്ചാൽ ശുക്രന്റെയും ചൊവ്വയുടെയും ഇടയിലാണ്. അതായത് ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നിങ്ങനെയാണല്ലോ ഓർഡറിൽ കിടക്കുന്നത്. അപ്പോൾ ശുക്രന്റെയും ചൊവ്വയുടെയും ഇടയിലാണ് ഭൂമി പരിക്രമണം ചെയ്യുന്നത് എന്ന് ഓർത്തിരിക്കുക. ഇനി വേറൊരു കാര്യം, നാസ എന്ന് പറയുന്നത് USA ബഹിരാകാശ ഗവേഷണ സ്ഥാപനമാണെന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി യൂറോപ്പിന്റെ ബഹിരാകാശ ഏജൻസിയാണ് ESA, യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി എന്ന് പറയും ESA. ജപ്പാന്റെയാണ് JXA, ജപ്പാൻ എയ്റോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി എന്നാണ്. ജപ്പാൻ എയ്റോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി JXA ജപ്പാന്റെയാണ്. റഷ്യയുടെ റോസ് കോസ്മോസ് എന്നാണ് അറിയപ്പെടുന്നത്. റോസ് കോസ്മോസ്. ചൈനയുടെ CNSA, ചൈന നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ CNSA എന്നാണ് അറിയപ്പെടുന്നത്. ഇനി 1963 നവംബർ 21-നാണ് തിരുവനന്തപുരത്ത് തുമ്പയില് റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥാപിച്ചത് എന്ന് പറഞ്ഞു. ആ തുമ്പയിലെ അത് വിക്രം സാരാഭായുടെ ഓർമ്മയ്ക്കായിട്ട് 1972-ലാണ് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്ന പേര് നൽകിയത്. 1972 63 നവംബർ 21-നാണ് സ്ഥാപിച്ചത്. 2002-ലാണ് അതുപോലെ തന്നെ ശ്രീഹരിക്കോട്ടയിലെ ഇതിന് സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ന് പേര് നൽകിയത് 2002-ലാണ്. 1971-ലാണ് സ്ഥാപിച്ചത്. പിന്നെ 2013 നവംബർ 5-നാണ് മംഗൾയാൻ ഇന്ത്യ വിക്ഷേപിക്കുന്നത്. 2013 നവംബർ 5-ന് ഇന്ത്യ വിക്ഷേപിച്ച ചൊവ്വ ദൗത്യമാണ് മാർസ് ഓർബിറ്റർ. അനൗദ്യോഗികമായിട്ടാണ് അത് മംഗൾയാൻ എന്നറിയപ്പെടുന്നത്. അത് 2013 നവംബർ 5-നാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഗ്രഹാന്തര യാത്ര ദൗത്യമാണ് ഇത്. 2014 സെപ്റ്റംബർ 24-ന് മംഗൾയാൻ ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. ഇതോടെ ചൊവ്വ ദൗത്യത്തിൽ ഏർപ്പെടുന്ന 5ാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറി. 2014 സെപ്റ്റംബർ 24-നാണ് അവിടെ എത്തുന്നത്. 2013 നവംബർ 5-നാണ് ഇവിടുന്ന് വിക്ഷേപിക്കുന്നത്. പിറ്റേ വർഷം സെപ്റ്റംബറിൽ അവിടെ എത്തുന്നു. നവംബർ 5-ന് ഇവിടുന്ന് പോകുന്നു. 2014 സെപ്റ്റംബർ 24-ന് അവിടെ എത്തുന്നു. മനുഷ്യനെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്ന ഗഗൻയാൻ ബഹിരാകാശ ദൗത്യം ഇന്ത്യ 2026-ലേക്കാണ് മാറ്റി വെച്ചിരിക്കുന്നത്, അടുത്ത വർഷത്തേക്ക്. അതുപോലെ തന്നെ സൂര്യൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കാനുള്ള കൊറോണോഗ്രാഫി ബഹിരാകാശ പേടകമാണ് ആദിത്യ L1 എന്ന് പറയുന്നത്. 2024 സെപ്റ്റംബർ 2-നാണ് ആദിത്യ L1 വിക്ഷേപിച്ചത്. 2024 സെപ്റ്റംബർ 2-ന്. ഇനി ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ISRO നിലവിൽ വന്ന 1969 ഓഗസ്റ്റ് 15-നാണ്. 1969 ഓഗസ്റ്റ് 15-നാണ് ISRO നിലവിൽ വരുന്നത്. ആര്യഭട്ട 1 വിക്ഷേപണം നടക്കുന്നത് 1975 ഏപ്രിൽ 19-നാണ്. 1975 ഏപ്രിൽ 19-നാണ് ആര്യഭട്ട വിക്ഷേപിക്കുന്നത്. 75-ല്. ഇൻസാറ്റ് 1 വിക്ഷേപിക്കുന്നത് 82-ലാണ്. 82 ഏപ്രിൽ 10-നാണ് ഇൻസാറ്റ് 1. ചന്ദ്രയാൻ 1 വിക്ഷേപിക്കുന്നത് 2008 ഒക്ടോബർ 22-നാണ്. മംഗൾയാൻ 1 വിക്ഷേപിക്കുന്നത് 2013 നവംബർ 5-നാണ്. ആദിത്യ L1 വിക്ഷേപിക്കുന്നത് 2023 സെപ്റ്റംബർ 2-നാണ്. ഇനി ഇതിൽ പറയുന്നത് ഭൂമിയുടെ ഉപഗ്രഹം ഏതാണ്? ചന്ദ്രനാണ്. കാലാവസ്ഥാ പ്രവചനത്തിന് സഹായിക്കുന്നത് ഏതാണ്? കൃത്രിമ ഉപഗ്രഹങ്ങളാണ്. കൃത്രിമോപഗ്രഹങ്ങളെ ബഹിരാകാശത്തേക്ക് എത്തിക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? റോക്കറ്റുകളാണ്. അതുപോലെ ഗ്രഹങ്ങളെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ആകാശ വസ്തുക്കൾ ഏതാണ്? ഉപഗ്രഹങ്ങളാണ്. സ്വയം പ്രകാശിക്കുന്നത് എന്താണ്? സൂര്യനാണ്. ഇനി ഒരു പദപ്രശ്നവും കൂടെ കൊടുത്തിട്ടുണ്ട്. ചന്ദ്രനിലേക്ക് വനിതകളെ കൂടി അയക്കാനുള്ള നാസയുടെ ആദ്യ ദൗത്യം ഏതാണ്? ആർട്ടിമിസ് എന്നാണ് പറയുന്നത്. ആർട്ടിമിസ്. ചന്ദ്രനിലേക്ക് വനിതകളെ അയക്കാനുള്ള നാസയുടെ ആദ്യ ദൗത്യമാണ് ആർട്ടിമിസ് എന്ന് പറയുന്നത്. ഇനി ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? സ്പുട്നിക് 1 ആണ്. മൂന്നാമത്തെ ഒരു ആദ്യകാല ഇറ്റാലിയൻ ജ്യോതിശാസ്ത്രജ്ഞൻ ആരാണ്? ഗലീലിയോ ആണ്. ഇനി കേരളത്തിലെ ഏക റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏതാണ്? തുമ്പയാണ്. ഇനി താഴോട്ടുള്ളത് നോക്ക്. ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ ടെലിസ്കോപ്പ് ഏതാണ്? ആസ്ട്രോസാറ്റ് ആണ്. ഇന്ത്യയുടെ പ്രഥമ
ബഹിരാകാശ ടെലിസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ആസ്ട്രോസാറ്റ് ആണ്. ടെലിസ്കോപ്പാണ് ആസ്ട്രോസാറ്റ്. ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ നിന്നുള്ളത്. അടുത്ത ചാപ്റ്റർ ഊർജ സ്രോതസ്സുകളാണ്. എന്താണ് ഊർജം എന്ന് പറഞ്ഞിട്ടുണ്ട്? പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജം എന്ന് പറയുന്നത്. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവ് ആണ് ഊർജം എന്ന് പറയുന്നത്. ഒരുപാട് പ്രവൃത്തി ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ നല്ല ഊർജം ഉണ്ടെന്ന് പറയാം. ഊർജത്തെ നമുക്ക് കാണാൻ കഴിയില്ല, വിവിധ പ്രവൃത്തികളിലൂടെ അത് പ്രകടമാവുകയാണുള്ളൂ. ചൂട്, പ്രകാശം തുടങ്ങിയവ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഊർജ രൂപങ്ങളാണ്. ചൂടും പ്രകാശവും ഒക്കെ ഊർജ രൂപങ്ങളാണ്. അടുത്തത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ ഊർജ്ജം ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ പാചകം ചെയ്യാൻ, ലൈറ്റ് പ്രകാശിപ്പിക്കാൻ, പിന്നെ എന്തൊക്കെയാണ്? ഫാന്, ഇസ്തിരി ഇടാൻ, മോട്ടോർ പ്രവർത്തിപ്പിക്കാൻ, വസ്ത്രം അലക്കാൻ, ഇതൊക്കെ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി ഇന്ധനങ്ങൾ. ഇന്ധനങ്ങൾ എന്ന് പറയുന്നത് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഊർജം വരുന്ന സ്രോതസ്സുകളാണ്. വീട്ടിൽ ഊർജം പാചകം ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ഊർജം എന്തിൽ നിന്നെല്ലാമാണ് ലഭിക്കുന്നത്? വിറകടുപ്പ്, മണ്ണെണ്ണ, ഗ്യാസ് അടുപ്പ്, അതൊക്കെ വീട്ടിൽ. സൗരോർജം, പിന്നെ നീരാവി ഉപയോഗപ്പെടുത്തിയുള്ള പാചകം, അതൊക്കെ ഉണ്ട്. കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളെയാണ് ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. വിറക്, മണ്ണെണ്ണ, LPG, പെട്രോള്, ഡീസൽ, കൽക്കരി തുടങ്ങിയ വസ്തുക്കൾ ഇന്ധനങ്ങളായി ഉപയോഗിക്കുന്നു. ഇതൊക്കെ കത്തുമ്പോൾ താപം പുറത്തുവിടുന്നുണ്ട്. വിറക്, ആ താപത്തെയാണ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്. വിറക്, മണ്ണെണ്ണ, LPG, പെട്രോള്, ഡീസൽ, കൽക്കരി, ഇതൊക്കെ താപം പുറത്തുവിടുന്നു. അങ്ങനെ കത്തുമ്പോൾ താപം പുറത്തുവിടുന്നവയെയാണ് ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. ഇനി കത്താൻ വായു ആവശ്യമുണ്ട്. കത്താൻ ഓക്സിജൻ എന്ന വാതകം ആവശ്യമാണ്. അതുപോലെ തന്നെ അടുപ്പ് ഉപയോഗിക്കുമ്പോഴുള്ള കാര്യമൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നത് പറയുന്നുണ്ട്. വാഹനം ഓടിക്കാനും അതിന് മറ്റ് യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കാനൊക്കെ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. കൃഷി ആവശ്യത്തിന് ട്രാക്ടറുകൾ, യന്ത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇനി പെട്രോൾ, ഡീസൽ തുടങ്ങിയവ പെട്രോൾ പമ്പിൽ എത്തുന്നത് എങ്ങനെയാണ്? ഭൂമിക്കടിയിൽ നിന്ന് ലഭിക്കുന്ന ക്രൂഡ് ഓയിൽ സംസ്കരിച്ചാണ് ഇവ ഉണ്ടാക്കുന്നത്. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിൽ അകപ്പെട്ടു പോയ ജൈവ വസ്തുക്കളിൽ നിന്ന് കൽക്കരി, ക്രൂഡ് ഓയിൽ, പ്രകൃതിവാതകം എന്നിവ ഉണ്ടാകുന്നത്. അതായത് മണ്ണിൻ്റെ അടിയിൽ കാലങ്ങളായിട്ട് ഉള്ള ജൈവ വസ്തുക്കൾ അത് അഴുകി അടിഞ്ഞ് അതാണ് കൽക്കരിയും ക്രൂഡ് ഓയിലും പ്രകൃതിവാതകവും ഒക്കെ ഫോം ചെയ്യുന്നത്. എന്തൊക്കെയാണ്? കൽക്കരിയും ക്രൂഡ് ഓയിലും പ്രകൃതിവാതകം. ആ ക്രൂഡ് ഓയിൽ എടുത്തിട്ട് സംസ്കരിച്ചിട്ടാണ് പെട്രോൾ ഉണ്ടാക്കുന്നത്. LPGയും ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കുമ്പോഴാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ക്രൂഡ് ഓയിൽ എങ്ങനെയാണ് കിട്ടുന്നത്? ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിൽ അകപ്പെട്ടു പോയ ജൈവ വസ്തുക്കളിൽ നിന്നാണ് കൽക്കരി, ക്രൂഡ് ഓയിലും പ്രകൃതിവാതകവും ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഫോസിൽ ഇന്ധനങ്ങൾ എന്താണ്? ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് രൂപപ്പെടുന്നതാണ് ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് പഠിക്കാനുള്ള പ്രധാന ഐറ്റം എന്ന് പറയുന്നത് കണ്ടോ, പുതുക്കാൻ കഴിയുന്നതും ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഫോസിൽ ഇന്ധനങ്ങൾ രൂപപ്പെട്ടത്. ഇവ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നുകൊണ്ടിരിക്കും. ഇവയെ പുതുക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറയുന്നു. അതായത് ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നുകൊണ്ടേ ഇരിക്കുന്നതിനെയാണ് നോൺ റിന്യൂവബിൾ എനർജി, പുതുക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഫോസിൽ ഇന്ധനങ്ങൾ ഏതൊക്കെയുണ്ട്? പ്രകൃതിവാതകം, ക്രൂഡ് ഓയിൽ, കൽക്കരി എന്നിവയാണ് ഉള്ളത്. ഇനി ഈ ഫോസിൽ ഇന്ധനങ്ങളിൽ പ്രകൃതിവാതകവും ക്രൂഡ് ഓയിലും കൽക്കരിയും ഉണ്ട്. അതിൽ ക്രൂഡ് ഓയിലാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, LPG, നാഫ്ത ഇതൊക്കെ ക്രൂഡ് ഓയിലിൽ പെട്ടതാണ്. ഇനി ഇന്ധനങ്ങൾ അവ സ്ഥിതി ചെയ്യുന്ന അവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഖരം, ദ്രാവകം, വാതകം 3 അവസ്ഥയുണ്ടല്ലോ. ആ അവസ്ഥയിനനുസരിച്ച് തരം തിരിച്ചു കഴിഞ്ഞാൽ ഈ വിറക്, മണ്ണെണ്ണ ഇവിടെ കുറച്ച് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഖരത്തിൽ പെടുന്നതാണ് വിറക്, കൽക്കരി, ചാണകവറളി, അറക്കപ്പൊടി, ഇതൊക്കെ ഖരം ഇന്ധനങ്ങളിൽ പെടുന്നതാണ്. ദ്രാവക ഇന്ധനങ്ങളാണ് പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, ജെറ്റ് ഫ്യൂവൽ, നാഫ്ത, ബയോഡീസൽ, എത്തനോള്,
എത്തനോൾ, ബയോഡീസൽ, നാഫ്ത ഇതൊക്കെ ദ്രാവക രൂപത്തിലുള്ളതാണ്. വാതക രൂപത്തിലുള്ളതാണ് LPG, CNG, ഹൈഡ്രജൻ, പ്രകൃതിവാതകം ഇതൊക്കെയാണ് വാതക രൂപത്തിലുള്ളത്. ഇനി ജലവൈദ്യുതിയെ പറ്റിയാണ്. ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെയാണ്? കെട്ടി നിർത്തിയ ജലത്തിൻ്റെ ഊർജ്ജം ഉപയോഗപ്പെടുത്തിയാണ് ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അതിനുവേണ്ടി വെള്ളത്തെ അണക്കെട്ടുകളിൽ തടഞ്ഞു നിർത്തുന്നു. അത് ആവശ്യാനുസരണം താഴേക്ക് പതിപ്പിച്ച് വലിയ ടർബൈനുകൾ കറക്കി ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. കെട്ടി നിർത്തിയ ജലം അണക്കെട്ടിൽ തടഞ്ഞു നിർത്തുന്നു. ഇത് ആവശ്യാനുസരണം താഴേക്ക് പതിപ്പിച്ച് വലിയ ടർബൈനുകൾ കറക്കുന്നു. ഇത് ജനറേറ്റർ വഴി പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ഇനി അങ്ങനെയാണെങ്കിൽ കാറ്റിൽ നിന്ന് എങ്ങനെയാണ് വൈദ്യുതി ഉണ്ടാക്കുക? കാറ്റിന് വസ്തുക്കളെ ചലിപ്പിക്കാനുള്ള കഴിവുണ്ടല്ലോ. ഈ കഴിവ് ഉപയോഗപ്പെടുത്തി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ആ ഉപകരണമാണ് കാറ്റാടി യന്ത്രം അഥവാ വിൻഡ് മില്ല് എന്ന് പറയുന്നത്. ഈ വിൻഡ് മില്ലിൻ്റെ പങ്കകൾ, അതായത് അതിൻ്റെ ലീഫ് ഉണ്ടല്ലോ, അത് കറങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയ ടർബൈൻ കറങ്ങുന്നു. ഈ ഊർജ്ജം ഉപയോഗിച്ച് ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ഇനി കേരളത്തിൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് രാമക്കൽമേട്, കഞ്ചിക്കോട്, അട്ടപ്പാടി. രാമക്കൽമേട്, കഞ്ചിക്കോട്, അട്ടപ്പാടി. ഇതാണ് രാമക്കൽമേട്, കഞ്ചിക്കോട്, അട്ടപ്പാടി എന്നിവിടങ്ങളിൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനമുണ്ട്. ഇനി ഈ സ്ഥലങ്ങളിൽ എല്ലാ സ്ഥലത്തും വെക്കാതെ ഈ സ്ഥലങ്ങളിൽ മാത്രം എന്തുകൊണ്ടായിരിക്കും കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ചത്? ഈ പ്രദേശങ്ങളിൽ ശക്തമായ സ്ഥിരമായിട്ടുള്ള കാറ്റ് അനുഭവപ്പെടുന്നു. നിലയ്ക്കാത്ത ഈ കാറ്റ് ഊർജ്ജ ഉൽപ്പാദനത്തിന് അത്യാവശ്യമാണ്. ഈ പ്രദേശങ്ങളിലെ മലനിരകളും തുറന്ന ഭൂപ്രകൃതിയും കാറ്റാടി പാടങ്ങൾക്ക് അനുയോജ്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു. സൗരോർജ്ജ പാനലിലുള്ള സൗരോർജ്ജ സെല്ലിൽ സൂര്യപ്രകാശം പതിക്കുമ്പോഴാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അതായത് ഈ ഉപകരണങ്ങളിലൊക്കെ സൗരോർജ്ജ പാനലുകൾ ഉണ്ട്. അത് സൂര്യപ്രകാശത്തെ വൈദ്യുതിയാക്കി മാറ്റുന്നു. അങ്ങനെയാണ് വൈദ്യുതി ഉണ്ടാകുന്നത്. ഇനി നമുക്കറിയാം വാഹനങ്ങളിൽ, അതായത് പച്ച നിറത്തിൽ നമ്പർ പ്ലേറ്റ് ഉള്ളത് ഇലക്ട്രിക് വണ്ടിയായിരിക്കും, അല്ലെങ്കിൽ അത് മറ്റ് ഇന്ധനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളതായിരിക്കും. അങ്ങനെയുള്ളതിന് മലിനീകരണം കുറവാണ്, ചെലവ് കുറവാണ്, പരിപാലന ചെലവ് കുറവാണ്, ശബ്ദക്കുറവാണ്. സൗരോർജ്ജം ഉപയോഗിച്ച് സോളാർ ഉപയോഗിച്ചും ചാർജ് ചെയ്യാൻ പറ്റുന്നതുമുണ്ട്. ഇലക്ട്രിക് കാർ, ഇലക്ട്രിക് ബസ് തുടങ്ങിയവയൊക്കെ ഉണ്ട്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് പുതുക്കാൻ കഴിയാത്ത നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് ആണ്, അതായത് ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നും ഉള്ളതായിരുന്നു. ഇനി പുതുക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളാണ് സൂര്യപ്രകാശം, കാറ്റ്, തിരമാല തുടങ്ങിയ ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ബയോഗ്യാസ്, തിരമാലയിൽ നിന്ന് ഭൗമ താപോർജ്ജം, ഇതൊക്കെ സൂര്യപ്രകാശം, കാറ്റ്, തിരമാല തുടങ്ങിയവ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുന്നവയിൽ അവ പുതുക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ എന്നറിയപ്പെടുന്നു. ഇതിന് വായു മലിനീകരണം ഉണ്ടാകുന്നില്ല. കൊച്ചിൻ എയർപോർട്ടിൽ നോക്ക്, പൂർണ്ണമായും സൗരോർജ്ജം കൊണ്ട് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചിയിലേത്. പൂർണ്ണമായും സൗരോർജ്ജം കൊണ്ട് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചിയിലേത്. ഈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും ആവശ്യമുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് സൗരോർജ്ജ പാനലുകൾ ഉപയോഗിച്ചാണ്. അതുപോലെ ബയോഗ്യാസ്, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ജൈവ മാലിന്യങ്ങളിൽ നിന്ന് ഇന്ധനം ഉണ്ടാക്കാം. ഇങ്ങനെ വാതക ഇന്ധനമാണ് ബയോഗ്യാസ് എന്ന് പറയുന്നത്. പിന്നെയുള്ളത് ഇതിൽ വരുന്നത് ചൂടാറാപ്പെട്ടിയാണ്. ഭക്ഷണത്തിൻ്റെ ചൂട് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനും പാതി വെന്ത ഭക്ഷണം പൂർണ്ണമായി വെന്ത് കിട്ടാനും ഉപയോഗിക്കുന്ന ലളിതമായ ഒരു ഉപകരണമാണ് ചൂടാറാപ്പെട്ടി. ചൂട് പുറത്തു പോകാതെ തടഞ്ഞു നിർത്തിയാണ് ഇവിടെ ഊർജം ലാഭിക്കുന്നത്. ഓക്കെ, ചൂട് പുറത്തു പോകാതെ തടഞ്ഞു വെച്ച് ഊർജ്ജം ലാഭിക്കും. ഇതുപോലെ ഊർജ്ജനഷ്ടം തടയുന്ന ഉപകരണങ്ങളും ഏതൊക്കെയുണ്ട്? ചൂടാറാപ്പെട്ടി, തെർമോസ് ഫ്ലാസ്ക്, റൈസ് കുക്കർ, കാസറോള്, ഇതൊക്കെ ഇതിൽ പെടുന്നതാണ്. ഇനി ഭാവിയുടെ ഇന്ധനങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി ക്രൂഡ് ഓയിൽ സംസ്കരിക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് ജൈവ ഡീസൽ എന്താണെന്ന് നോക്കാം. സസ്യങ്ങൾ, ആൽഗകൾ, കാർഷിക അവശിഷ്ടങ്ങൾ ഇങ്ങനത്തെയൊക്കെ ജൈവ വസ്തുക്കളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പുനരുൽപ്പാദിപ്പിക്കാനാവുന്നതുമായ ഇന്ധനങ്ങളെയാണ് ബയോഡീസൽ എന്ന് പറയുന്നത്. അത് ഓർത്തു വെക്കുക. ഇനി അടുത്തത് ക്രൂഡ് ഓയിൽ സംസ്കരിക്കുമ്പോൾ ലഭിക്കുന്നതാണ്. ഇവിടെ ബിറ്റുമിനും നാഫ്തയൊക്കെ ക്രൂഡ് ഓയിലിൽ നിന്ന് ലഭിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പെട്രോള് ഉണ്ട്, ഡീസല്, നാഫ്ത, ബിറ്റുമിൻ, LPG, മണ്ണെണ്ണ, പാരഫിൻ, ലൂബ്രിക്കേറ്റ് ഓയിൽ, ഇതൊക്കെ ക്രൂഡ് ഓയിൽ സംസ്കരിക്കുമ്പോൾ ലഭിക്കുന്നതാണ്.
ഒന്നുകൂടെ പറയാം. പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, പിന്നെ ബിറ്റുമിൻ, നാഫ്ത, LPG, പാരഫിൻ, ലൂബ്രിക്കറ്റ് ഓയിൽ എന്നൊക്കെയാണ് ലഭിക്കുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ. ഇതാണ് ഈ പാഠത്തിൽ, ഈ ചാപ്റ്ററിൽ ഉള്ളത്. ഇതെന്താണ്? LPG. ഓക്കെ. അടുത്ത ചാപ്റ്റർ ഇന്ദ്രിയജാലം. ഇന്ദ്രിയജാലം എന്ന് പറയുന്ന ചാപ്റ്ററിൽ ആദ്യം കുറച്ച് പടമൊക്കെ കൊടുത്തിട്ടുണ്ട്. ശബ്ദം തിരിച്ചറിയുന്നു, കഴുകൻ, അങ്ങനെയൊക്കെ. അപ്പോൾ അതിൻ്റെ പ്രത്യേകത കഴിവാണ് പരുന്ത് കണ്ണ് എന്ന അവയവം ഉൾപ്പെടുത്തിയിട്ടാണ് അതിൻ്റെ ദൂരക്കാഴ്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. അതുപോലെ നായയാണെങ്കിൽ ചെവി, മൂക്ക് ഉപയോഗിച്ച് കേൾവി, ഗന്ധം അതിലൂടെ മനസ്സിലാക്കുന്നു. പൂമ്പാറ്റയാണെങ്കിൽ കാലുകളാണ് കേട്ടോ, രുചിച്ചറിഞ്ഞാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ കരടിയാണെങ്കിൽ ത്വക്കിലൂടെയാണ് കേട്ടോ, കരടിയാണെങ്കിൽ മൂക്കിലൂടെയാണ്, ഗന്ധം മണത്താണല്ലോ അത് നടക്കുന്നത്. ഈ ഇതാണ് മുതലയാണ് ത്വക്കിലൂടെ, സ്പർശം വഴി മനസ്സിലാക്കുന്നത്. അപ്പം മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നത് ഇന്ദ്രിയങ്ങളാണ്. കണ്ണ്, കാഴ്ച, ത്വക്ക്, സ്പർശം, ചെവി, കേൾവി, മൂക്ക്, ഗന്ധം, നാവ്, രുചി. ഇതാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ. കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നിവയാണ് ചുറ്റുപാടുകളെ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നതാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ. കണ്ണിൻ്റെ സവിശേഷതകൾ എങ്ങനെയാണ് ജീവികൾക്ക് സഹായമാകുന്നത്? തലയുടെ മുൻവശത്താണ് കണ്ണുകളുടെ ജീവികൾക്ക് വസ്തുക്കളുടെ സ്ഥാനവും അകലവും കൃത്യമായി തിരിച്ചറിയാൻ പറ്റും, മുൻവശത്താണെങ്കിൽ. ഈ കടുവ, സിംഹം പോലുള്ള ജീവികൾക്ക് അവയെ ഇരപിടിക്കാൻ സഹായിക്കുന്നു, മുമ്പിലായതുകൊണ്ട്. ഡിസ്റ്റൻസും മനസ്സിലാവുന്നു, വസ്തുക്കൾ സ്ഥാനവും അകലവും മനസ്സിലാവുന്നു. ഇനി തലയുടെ വശങ്ങളിലാണ് കണ്ണുള്ളത് എങ്കിൽ വശങ്ങളിലേക്കുള്ള കാഴ്ചകൾ സാധ്യമാകുന്നു. മാന്, മുയൽ തുടങ്ങിയ ജീവികൾക്ക് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനാണ് ഈ സൈഡിൽ കണ്ണുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് സഹായിക്കുന്നത്. അത് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും അത് സഹായിക്കുന്നത്. ഇനി അടുത്തത് പൂച്ചേൻ്റെ പ്രത്യേകത. പൂച്ച, മൂങ്ങ പറഞ്ഞിട്ടുണ്ട്. പൂച്ചയുടെ കണ്ണിലെ കൃഷ്ണമണി പകൽ വെളിച്ചത്തിൽ ചുരുങ്ങിയും രാത്രിയിൽ പരമാവധി വികസിച്ചും കാണുന്നു. അത് ഓർത്തിരിക്കാൻ. രാത്രിയിൽ വെട്ടമൊക്കെ ഓഫാക്കി കഴിഞ്ഞ് പൂച്ചേനെ കാണുകയാണെങ്കിൽ കണ്ണ് ഭയങ്കര വലുതല്ലേ. നേരിയ വെളിച്ചത്തിൽ പോലും അവയ്ക്ക് കാഴ്ച സാധ്യമാകും. പൂച്ചയുടെ കണ്ണുകളിൽ പ്രത്യേകതരം കോശങ്ങളുടെ ഒരു പാളിയുണ്ട്. അതാണ് രാത്രിയിൽ കണ്ണുകളുടെ തിളക്കത്തിന് കാരണം. രാത്രിയിൽ ഇര തേടുന്ന പല ജീവികളുടെയും കണ്ണുകൾക്ക് ഈ പ്രത്യേകതയുണ്ട്. ഇര തേടുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും അങ്ങനെയുള്ള കണ്ണുകൾ പ്രത്യേകതരം കോശങ്ങളുള്ള പാളിയുള്ളത്. മൂങ്ങയാണെങ്കിൽ മൂങ്ങയ്ക്ക് തലയുടെ നേരെ മുൻഭാഗത്തായി വലിയ കണ്ണുകളാണ് ഉള്ളത്. കഴുത്ത് പുറകോട്ട് തിരിച്ച് പുറകിലെ കാഴ്ചകൾ കാണാനും മൂങ്ങയ്ക്ക് സാധിക്കും. മരയോന്താണെങ്കിൽ മരയോന്തിന് ഒരേ സമയം കണ്ണുകളെ വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിച്ച് ചുറ്റുമുള്ള കാഴ്ചകൾ സാധ്യമാക്കാൻ കഴിയുന്നു. ടേബിളായിട്ട് വരികയാണെങ്കിൽ കണ്ണുകളെ വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിക്കാൻ കഴിയുന്ന ജീവിയാണ് മരയോന്ത് എന്ന് പറയുന്നത്. എന്നാൽ തല തിരിച്ച് കാഴ്ചകൾ സാധ്യമാക്കുന്ന ജീവിയാണ് മൂങ്ങ എന്ന് പറയുന്നത്. നേത്രരോഗങ്ങളാണ് അടുത്തത്. ചെങ്കണ്ണിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് കണ്ണിൽ വേദന, ചുവപ്പ്, ചൊറിച്ചിൽ, വീർത്ത കൺപോളകൾ, പുകച്ചിൽ, കണ്ണിൽ നിന്നും വെള്ളം വരിക, ലൈറ്റ് സെൻസിറ്റിവിറ്റി എന്നിവയാണ്. കണ്ണിനെ ബാധിക്കുന്ന മറ്റ് അസുഖങ്ങളാണ് തിമിരം, ഗ്ലൂക്കോമ, നിശാന്തത, വർണ്ണാന്തത, ഹ്രസ്വദൃഷ്ടി, ദീർഘദൃഷ്ടി, ആസ്റ്റിഗ്മാറ്റിസം. കണ്ണിന് സിലിണ്ടറിക്കൽ ലെൻസ് വെക്കുന്നതാണ് ആസ്റ്റിഗ്മാറ്റിസം എന്ന് പറയുന്നത്. അടുത്തത് കണ്ണ് പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്ന ചാർട്ടാണ് സ്നെല്ലർ ചാർട്ട് എന്ന് പറയുന്നത്. സ്നെല്ലർ അക്ഷരങ്ങൾ ക്രമീകരിച്ച് 1862 ഡച്ച് നേത്രരോഗ വിദഗ്ധനായ ഹെർമൻ സ്നെല്ലറാണ് ഇത് തയ്യാറാക്കിയത്. 1862. ഇനി കാഴ്ചയ്ക്ക് വെല്ലുവിളി നേരിടുന്നവർ ശബ്ദം തിരിച്ചറിഞ്ഞ് തൊട്ടു നോക്കിയൊക്കെയാണ് തിരിച്ചറിയുന്നത്. പിന്നെ നോട്ട് തിരിച്ചറിയാൻ കാഴ്ച വെല്ലുവിളിയുള്ളവരെ സഹായിക്കുന്നത് എങ്ങനെയാണ്? നോട്ടുകളുടെ വശങ്ങളിലുള്ള ലാക്ടൈൽ വരകളും വലിപ്പ വ്യത്യാസവുമാണ് കാഴ്ച വെല്ലുവിളി നേരിടുന്നവർ അവർക്ക് നോട്ട് തിരിച്ചറിയാൻ സഹായിക്കുന്നത്. 100 രൂപ നോട്ടിൽ 2 വശത്തും മധ്യഭാഗത്ത് 4 വരകൾ. 4 വരകൾ 2 എണ്ണം കഴിഞ്ഞ് ഒരു ചെറിയ വിടവുണ്ട്. 200 രൂപ നോട്ടിൽ 4 വരകളുണ്ട്, പക്ഷേ വരകൾക്കിടയിൽ ചെറിയൊരു വൃത്തമാണ് ഉള്ളത്. 500 രൂപ നോട്ടിൽ 5 വരകളുണ്ട്.
100 രൂപ നോട്ടിൽ 4 വരയുണ്ട്. 4 വരയിൽ 2 എണ്ണം കഴിഞ്ഞ് ചെറിയ വിടവാണുള്ളത്. 200 രൂപ നോട്ടിൽ 4 വരയുണ്ട്, പക്ഷേ 2 വര കഴിഞ്ഞ് വരകൾക്കിടയിൽ ചെറിയൊരു വൃത്തമാണ് ഉള്ളത്. 500 രൂപ നോട്ടിൽ 5 വരകളുണ്ട്. തീവണ്ടിയിലൊക്കെ സീറ്റ് നമ്പർ വെച്ചിരിക്കുന്ന അവർക്ക് ട്രെയിനിലെ സീറ്റ് നമ്പർ ബ്രെയിലിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഫുട്പാത്തിലെ ടൈലുകൾ സ്പർശനത്തിലൂടെ പാത തിരിച്ചറിയുന്ന ഫുട്പാത്തിലെ ടൈലുകളുടെ മുകളിൽ പരിക്കൻ വിധത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ കാഴ്ച വെല്ലുവിളി നേരിടുന്നവരെ സഹായിക്കുന്നതിനുള്ള വാച്ചാണ് ടാക്റ്റൈൽ വാച്ച്, ടോക്കിംഗ് വാച്ച് തുടങ്ങിയവ. അതുപോലെ മൊബൈലിൽ ലുക്ക് ഔട്ട് ആപ്പ്, ടോക്ക് ബാക്ക് ആപ്പ് ഒക്കെ ഉണ്ട്. കമ്പ്യൂട്ടറിലാണെങ്കിൽ ടാക്റ്റൈൽ കമ്പ്യൂട്ടർ ഉണ്ട്, ടാക്റ്റൈൽ കീബോർഡുകളുണ്ട്, JAWS, ഓർബിറ്റ് റീഡർ തുടങ്ങിയവയൊക്കെ ഉണ്ട്. ഇനി ബാക്കി ഉപകരണങ്ങളാണ്. എന്തെല്ലാം സംവിധാനങ്ങളാണ് കാഴ്ച വെല്ലുവിളി നേരിടുന്നവരെ സഹായിക്കുന്നത്. ഇവിടെ സ്മാർട്ട് കെയിൻ കൊടുത്തിട്ടുണ്ട്, കണ്ടോ. വഴി കണ്ടെത്താനും തടസ്സം എളുപ്പം സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. തടസ്സങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്നു. ബ്ലൂടൂത്ത് വഴി സ്മാർട്ട് ഫോണുകളിലേക്ക് മറ്റു ഉപകരണങ്ങളിലേക്ക് കണക്ട് ചെയ്യാനാവും. വീഴ്ച കണ്ടെത്താൻ പറ്റും. വ്യക്തിഗത ക്രമീകരണം നടത്താൻ പറ്റും. ദന്തശേഖരണം, യാത്ര ചെയ്ത ദൂരം, നടത്ത വേഗത, ദത്തശേഖരണം കേട്ടോ, ദന്തമല്ല, ദത്തശേഖരണം. യാത്ര ചെയ്ത ദൂരം, നടത്ത വേഗത, നേരിടുന്ന തടസ്സങ്ങളുടെ വിവരങ്ങൾ തുടങ്ങിയവ ശേഖരിച്ച് വെക്കാനും കഴിയും. അങ്ങനത്തെ സ്മാർട്ട് കെയിനുകൾ ഇപ്പോൾ ലഭ്യമാണ്. വൈറ്റ് കെയിൻ ഉണ്ട്. വൈറ്റ് കെയിൻ സാധാരണ നടക്കുന്ന ആ സ്റ്റിക്കിൽ സ്മാർട്ട് കെയിൻ ഉണ്ട്. ഇനി ബ്രെയിൽ അക്ഷരങ്ങൾ, ബ്രെയിൽ സ്ലേറ്റ് ഉണ്ട്. ടാക്റ്റൈൽ വാച്ച്, ടാക്റ്റൈൽ കീബോർഡ്, ടോക്കിംഗ് വാച്ച്, ഓർബിറ്റ് റീഡർ, ജോസ്, ലുക്ക് ഔട്ട് ആപ്പ്, ടോക്ക് ബാക്ക് ആപ്പ്, അബാക്കസ്, ടെയ്ലർ ഫ്രെയിം. ഇതൊക്കെ കാഴ്ച പരിമിതർക്ക് സഹായിക്കുന്ന യന്ത്ര സാമഗ്രികളാണ്. ഇനി അടുത്ത ഇന്ദ്രിയമായ ചെവിയാണ്. എന്താണ് ശ്രവണ സഹായികൾ? കേൾവിക്കുറവ് പ്രശ്നം പരിഹരിക്കാനുള്ള ഉപകരണമാണ് ശ്രവണ സഹായികൾ. ശബ്ദത്തിൻ്റെ അളവും വ്യക്തതയും വർദ്ധിപ്പിക്കാനുള്ള ശ്രവണ സഹായികൾ ഉപയോഗിക്കുന്നു. ഈ കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ എന്താണ്? ജന്മനായുള്ള കേൾവി തകരാറുകൾ പരിഹരിക്കുന്നതിനുള്ള മാർഗമാണ് കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ എന്ന് പറയുന്നത്. ജന്മനായുള്ള കേൾവി കുറവ് പരിഹരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ നടത്തുന്നത്. ചെവിക്കുള്ളിലെ കോക്ലിയ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയാണ് ഈ കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ എന്ന് പറയുന്നത്. അടുത്തത് മൂക്കാണ്. മണം അറിയാൻ വേണ്ടിയിട്ടാണ്. മൂക്കിനുള്ളിലൊരു സ്രവം ഉണ്ട്, അത് ആണ് മൂക്കിൽ ഈർപ്പം അനുഭവപ്പെടുന്നതിനുള്ള കാരണം. അടുത്തത് രുചി, നാവാണ് അടുത്തത്. നാരങ്ങ അച്ചാറിന് പുളി, മാമ്പഴം മധുരം, പാവയ്ക്ക കയ്പ്പ്, കേക്കും മധുരമാണ്, ഉണക്ക മത്സ്യത്തിൽ ഉപ്പാണ്. എന്തെല്ലാമാണ് നാവിൻ്റെ ധർമ്മങ്ങൾ? സംസാരിക്കാനും രുചി അറിയാൻ, വിഴുങ്ങാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ പല്ലുകൾക്ക് ചവച്ചരയ്ക്കാൻ പാകത്തിന് ആഹാരങ്ങളെ കൊടുക്കുന്നു. അതൊക്കെയാണ്. ഇനി അടുത്തത് തൊട്ടറിയുന്നതാണ്. അതായത് സ്പർശനം എന്ന തിരിച്ചറിയുന്നത്. ചൂട്, മിനുസം, മാർദ്ദവം, ആകൃതി, വലിപ്പം, വേദന, എല്ലാ സംഭവവും തിരിച്ചറിയാൻ. അതായത് ത്വക്കിൻ്റെ ധർമ്മങ്ങളാണ് പറയുന്നത്. സ്പർശനത്തിലൂടെ വസ്തുക്കളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന അവയവമാണ് ത്വക്ക്. ചൂട്, തണുപ്പ് തുടങ്ങിയ അറിയുന്നതിന് ത്വക്ക് സഹായിക്കുന്നു. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക്. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക്. ശരീരത്തിനുള്ളിലേക്ക് രോഗാണുക്കൾ പ്രവേശിക്കാതെ ത്വക്ക് തടയുന്നു. ശരീരത്തിൻ്റെ ചൂട് നിയന്ത്രിക്കുന്നു. വിയർപ്പിലൂടെ മാലിന്യം പുറന്തള്ളുന്നു. ഇതൊക്കെയാണ് ത്വക്കിൻ്റെ ധർമ്മങ്ങൾ. അടുത്തത് വസ്തുവിൻ്റെ സവിശേഷതകളാണ്. കാഴ്ച, നിറം, വലിപ്പം, ആകൃതിയൊക്കെ അറിയാൻ. കേൾവി, ശബ്ദം കൊണ്ട് വ്യക്തികളെയും ജീവികളെയും തിരിച്ചറിയുന്നു. ശബ്ദത്തിൻ്റെ ദിശ, ശബ്ദത്തിൻ്റെ ഉറവിടമൊക്കെ തിരിച്ചറിയാൻ സഹായിക്കുന്നു. സ്പർശം, കാഠിന്യം, മൃദുത്വം, താപനില എന്നിവയൊക്കെ അറിയാൻ സഹായിക്കുന്നു. അടുത്തത് ഈ ചിത്രത്തിൽ കുറച്ച് പൂച്ചേൻ്റെയൊക്കെ ഭാഗങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, മീശയൊക്കെ. എങ്ങനെയാണ് ഈ ജീവികളെ സഹായിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പൂച്ചയുടെ മീശ
അടുത്തുള്ള വസ്തുക്കളെ തിരിച്ചറിയാനും തടസ്സങ്ങൾ ഒഴിവാക്കാനും മീശ പൂച്ചകളെ സഹായിക്കുന്നു. അതുപോലെ ഇരയുടെ ചലനവും സ്ഥാനവും കണ്ടെത്താൻ പൂച്ചകളെ സഹായിക്കുന്നു. മറ്റു പൂച്ചകളുമായി ആശയവിനിമയം നടത്താനും ഈ മീശ ഉപയോഗിക്കാറുണ്ട്. ഇനി ആനയുടെ തുമ്പിക്കൈയാണ് ശ്വസനത്തിന്, ഗന്ധമറിയാൻ, വെള്ളം കുടിക്കാൻ, തെങ്ങോല, പനമ്പട്ട തുടങ്ങിയവ എടുക്കാൻ, ചിഹ്നം വിളിക്കുന്നതിന്, പ്രതിരോധത്തിന്, സംരക്ഷണത്തിനുമൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ ചിത്രശലഭത്തിൻ്റെ സ്പർശിനികളാണ് ഈ കാണിച്ചിരിക്കുന്നത്. പൂക്കളിൽ നിന്ന് തേൻ നുകരാനാണ് പ്രധാനമായിട്ട് സ്പർശിനികൾ ഉപയോഗിക്കുന്നത്. ഇനി പാറ്റയുടെ ആൻറ്റിന എന്നാണ് ഇത് പറയുന്നത്. താപനില, ഈർപ്പം, ഭക്ഷണ സാന്നിധ്യം എന്നിവ മനസ്സിലാക്കുന്നതിന് ഈ ആൻറ്റിനകൾ ഉപയോഗിക്കുന്നു. തടസ്സങ്ങൾ ഒഴിവാക്കാനും വഴി കണ്ടെത്താനും ഇത് സഹായിക്കുന്നു. മറ്റു പാറ്റകളുമായി ആശയവിനിമയം നടത്താനും ഈ ആൻറ്റിനകൾ ഉപയോഗിക്കുന്നു. ഇത്രയുമാണ് ഈ ചാപ്റ്ററിലെ കാര്യങ്ങൾ. ഇനി അടുത്ത ചാപ്റ്റർ ജന്തുജാലങ്ങൾ എന്ന് പറയുന്നതാണ്. 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ അവസാനത്തെ ചാപ്റ്ററാണ് ജന്തുജാലങ്ങൾ, പുതിയ SCERT-യിലെ. ഈ മാമ്പഴത്തിൻ്റെ ഉള്ളിൽ പുഴു എങ്ങനെയാണ് വന്നത് എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ഇത് ചോദിച്ചിരിക്കുന്നത്. മാമ്പഴത്തിൻ്റെ വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ തന്നെ പഴ ഈച്ചകൾ എന്ന് പറയും, ഫ്രൂട്ട് ഫ്ലൈസ്, അത് മാങ്ങയുടെ പുറന്തോടിൽ സൂചി പോലുള്ള അവയവം കൊണ്ട് കുത്തി മുട്ടകൾ മാങ്ങയ്ക്കുള്ളിൽ നിക്ഷേപിക്കുന്നു. അപ്പോൾ മാങ്ങ പാകമാകുന്നതോടെ ഈ മുട്ടകൾ വിരിഞ്ഞ് അവയുടെ ലാർവകൾ, പുഴു, മാംസളമായ ഭാഗം ഭക്ഷിച്ച് വളരുന്നു. ഇതാണ് മാമ്പഴം മുറിക്കുമ്പോൾ നമ്മൾ കാണുന്ന പുഴു. അപ്പം അത് പഴുത്ത് കഴിഞ്ഞിട്ടല്ല വരുന്നത്, ആദ്യം മാങ്ങയായിരിക്കുമ്പോഴേ പാകമാകുന്നതോടെ ഈ ഈച്ച മുട്ടയിട്ട് വെക്കുന്നത് കൊണ്ടാണ്. മുട്ട വിരിഞ്ഞ് പുഴുവായി മാറുന്ന ജീവികളാണിത്. അതായത് ചിത്രശലഭം പുഴു, ഈച്ച പുഴു ലാർവ ആയി മാറുന്നു, മാഗട്ട് എന്നാണ് പറയുക. വണ്ടും അങ്ങനെ ആവാറുണ്ട്, തേനീച്ച, കടന്നല്, ഉറുമ്പ്, നിശാശലഭം, മിന്നാമിനുങ്ങ്, ചെള്ള് ഒക്കെ മുട്ട വിരിഞ്ഞ് പുഴുവായി മാറിയിട്ടാണ് പിന്നീട് പ്രാണിയായിട്ട് വരുന്നത്. കുഴിയാനേനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ലയൺ അല്ലെങ്കിൽ ലേസ്വിങ്, ഇതിൻ്റെ ഈയൽ എന്ന് പറയില്ലേ, ഈ ഈയലിൻ്റെ ലാർവയാണ് കുഴിയാന എന്ന് പറയുന്നത്. ഇത് പോയി മുട്ടയിടും മണ്ണിൽ. ആ പൂഴിമണ്ണിൽ ഫണലിൻ്റെ ആകൃതിയിൽ കുഴിയുണ്ടാക്കി ഉറുമ്പ് പോലുള്ള ഈ ചെറിയ പ്രാണികളെ ഭക്ഷിച്ചാണ് ഇത് ജീവിക്കുന്നത്. ആ ഉറുമ്പിനെ പിടിക്കുന്നത് കൊണ്ടാണ് ആൻഡ് ലയൺ എന്ന് പേര് വരുന്നത്. ഈ ലാർവ മൺതരിയിൽ നേർത്ത നൂല് ഉപയോഗിച്ച് കൂടുണ്ടാക്കി പ്യൂപ്പയായിട്ട് മാറുന്നു. മൺതരിയൊക്കെ ഉപയോഗിച്ച് പ്യൂപ്പയായിട്ട് മാറുന്നു. ഇതാണ് പിന്നീട് ആൻഡ് ലയൺ വിങ് ആയിട്ട് മാറുന്നത്. എങ്ങനെയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ, കുഴിയാനയ്ക്ക് പേര് വന്നത്. അടുത്തത് രൂപാന്തരണം, മെറ്റാമോർഫോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ജീവികളിൽ അവയുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് മാതൃജീവിയുടെ സാദൃശ്യം ഉണ്ടാവില്ല. മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ലാർവ, അതായത് ജീവി പോലെയല്ല മുട്ട വിരിഞ്ഞാലുണ്ടാകുന്നത്. മുട്ട വിരിഞ്ഞ് പുഴുവായി അത് കഴിഞ്ഞിട്ടാണ് പ്യൂപ്പയായി അതിനുശേഷമാണ് ജീവിയെ പോലെ ആവുന്നത്. അപ്പോൾ ഈ വളർച്ചാ ഘട്ടങ്ങൾ കടന്ന് മാതൃജീവിയോട് സാദൃശ്യമുള്ളതായി മാറുന്ന ഈ മാറ്റത്തെയാണ് രൂപാന്തരണം എന്ന് പറയുന്നത്. ഈ ഘട്ടങ്ങൾ കഴിഞ്ഞ് വരുന്നതിനെയാണ് രൂപാന്തരണം എന്ന് പറയുന്നത്. ഇത് പൂമ്പാറ്റയ്ക്ക് മാത്രമല്ല, പാറ്റ, തേനീച്ച, ഈച്ച, കൊതുക്, തുമ്പി, തവളയ്ക്കൊക്കെ രൂപാന്തരണം സംഭവിക്കുന്നുണ്ട്. ഇതിൽ പാറ്റേൻ്റെ കുഞ്ഞിനെയാണ് നിംഫ് എന്ന് പറയുന്നത്. പാറ്റ മുട്ട വിരിഞ്ഞ് വരുന്നതാണ് നിംഫ്. അടുത്ത ഒരു ബോക്സ് ഉള്ളത് ചെറുപ്രാണികൾ ഭക്ഷണത്തിന്. ലോകത്തിലെ പല പ്രദേശങ്ങളിലെയും ജനങ്ങൾ പുൽച്ചാടി, പുഴു, വണ്ട്, തേള്, ഉറുമ്പ് തുടങ്ങിയ പ്രാണികളെ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നുണ്ട്. പ്രോട്ടീൻ, മാംസ്യം, ജീവകങ്ങൾ തുടങ്ങി പോഷക ഘടകങ്ങളുടെ നല്ല സ്രോതസ്സാണ് ചെറുപ്രാണികൾ. കുറഞ്ഞ ചെലവിൽ മാംസം ലഭിക്കുന്നതിനാൽ ഭക്ഷണത്തിനായി ഇവയെ വളർത്തുന്ന രീതിയും ചില പ്രദേശങ്ങളിലുണ്ട്. എന്തൊക്കെയാണ് ഈ ചെറുപ്രാണികളിലുള്ളത്? പ്രോട്ടീനും വിറ്റാമിൻസും ഉണ്ട്, മാംസ്യവും ജീവകങ്ങളും നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ കുറച്ച് പൂമ്പാറ്റകളുടെ പടം കൊടുത്തിട്ട് ഇത് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊന്നും PSCക്ക് വരത്തില്ല, എന്നാലും ഇതാണ് കരിയില പോലെ ഇരിക്കുന്നതാണ് കരിയില ശലഭം. ഇത് മെയിനായിട്ട് കരിയിലേൻ്റെ മുകളിലൊക്കെ വന്നിരിക്കാറുണ്ട്, കരിയില ശലഭം. ഇതാണ് വിലാസിനി എന്നറിയപ്പെടുന്നത്, വിലാസിനി. ഇതിൻ്റെ പേരാണ് മഞ്ഞപ്പാപ്പാത്തി. ഇതാണ് മഞ്ഞപ്പാപ്പാത്തി. വിലാസിനിയെ കണ്ടല്ലോ, മഞ്ഞപ്പാപ്പാത്തി. ഇനി ഇതാണ് ഇത് വരയൻ കടുവയാണ്. വരയൻ കടുവ. ഇതാണ് ബുദ്ധമയൂരി. ബുദ്ധമയൂരി ഇത് തന്നെ ബുദ്ധമയൂരി അല്ല. ബുദ്ധമയൂരി എന്ന് പറയുന്നതാണ് ഇത്.
ഇതാണ് വരയൻ കടുവ. സോറി, കടുവയെ പോലെ ഇരിക്കുന്നതാണ് വരയൻ കടുവ. ഇതാണ് ബുദ്ധമയൂരി കേട്ടോ. ബുദ്ധമയൂരി ഇതാണ്. ഇത് വരയൻ കടുവ. ഇത് ഗരുഡശലഭമാണ്. ഗരുഡശലഭം ചുമ്മാ പറഞ്ഞെന്നേ ഉള്ളൂ. ഒരു PSCക്ക് ചോദിച്ചായിരുന്നേ, നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ശലഭത്തിൽ പെടാത്തത് ഏതാണെന്ന് ചോദിച്ച്. അപ്പോൾ ഇത് നോക്കുക, നമ്മുടെ നാട്ടിൽ കാണുന്ന ശലഭങ്ങൾ ഏതൊക്കെയാണ്? നാരകശലഭം, അരളി ശലഭം, വെള്ളിലത്തോഴി, എരിക്കുതുപ്പി. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കാണുന്നതാണ്. എരിക്കുതുപ്പിയൊക്കെ ഉണ്ടായിരുന്നു. നാരകശലഭം, അരളി ശലഭം, വെള്ളിലത്തോഴി, എരിക്കുതുപ്പി. അപ്പോൾ വെള്ളിലത്തോഴിയൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ ശലഭം അല്ലാന്ന് തോന്നിയേക്കും. വെള്ളിലത്തോഴിയും ശലഭങ്ങളാണ്. ഇനി ശലഭങ്ങളുടെ നിലനിൽപ്പിന് തേൻ കുടിക്കുവാനുള്ള സസ്യങ്ങളും ലാർവയ്ക്ക് ഭക്ഷണത്തിനുള്ള സസ്യങ്ങളും വേണം. ഈ 2 തരം സസ്യങ്ങളുമുള്ള ഉദ്യാനമാണ് ശലഭോദ്യാനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ശലഭങ്ങളുടെ പേര് പറഞ്ഞു. കരിയിലശലഭം, വിലാസിനി, മഞ്ഞപ്പാപ്പാത്തി, വരയൻ കടുവ, ബുദ്ധമയൂരി, ഗരുഡശലഭം, നാരകശലഭം, അരളിശലഭം, വെള്ളിലത്തോഴി, എരിക്കുതുപ്പി. എരിക്ക് തപ്പിയാണോ? എരിക്ക് തുപ്പി എന്നല്ല, എരിക്ക് തപ്പി കേട്ടോ. അടുത്തത് നിശാശലഭങ്ങളാണ്. നിശാശലഭം രാത്രിയിൽ കാണപ്പെടുന്ന ശലഭങ്ങളെയാണ് നിശാശലഭങ്ങൾ എന്ന് പറയുന്നത്. ഈ ചിത്രശലഭങ്ങളെ പോലെ ഇവയ്ക്ക് മിക്കതിനും വർണ്ണഭംഗി കാണാറില്ല. ഒരു തരം നിശാശലഭത്തിന്റെ ലാർവ ഉണ്ടാക്കുന്ന കൊക്കൂണിൽ നിന്നാണ് പട്ടുനൂല് ഉൽപ്പാദിപ്പിക്കുന്നത്. നിശാശലഭത്തിന്റെ കൊക്കൂണിൽ നിന്നാണ് കേട്ടോ നൂല് ഉൽപ്പാദിപ്പിക്കുന്നത്. വെങ്കണ നീലി എന്ന് പറയുന്നത് ഒരു ടൈപ്പ് മോത്താണ്. ബ്ലൂ ടൈഗർ മോത്ത്, നിശാശലഭം. പകൽ നേരങ്ങളിൽ കാണുന്ന നീല നിറമുള്ള ശലഭങ്ങളാണ് വെങ്കണ നീലി. പലപ്പോഴും ഇവയെ ചിത്രശലഭങ്ങളായി തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ പകൽ കാണുന്നതും നീല നിറവും ഒഴിച്ചാൽ ഇവയുടെ മറ്റ് സവിശേഷതകൾ നിശാശലഭങ്ങളുടേതാണ്. അതുകൊണ്ട് ഇവയെ നിശാശലഭ കുടുംബത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വെങ്കണ മരത്തിന്റെ ഇലകളിൽ മുട്ടയിടുന്നതുകൊണ്ടാണ് ഈ പേര് വന്നത്. ഇതും PSCക്ക് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ വെങ്കണ നീലിക്ക് ഈ പേര് വരാൻ കാരണം താഴെ പറയുന്നവയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം തിന്നുന്നത് കൊണ്ടല്ല, വെങ്കണ മരത്തിന്റെ ഇലകളിൽ മുട്ടയിടുന്നത് കൊണ്ടാണ് വെങ്കണ നീലി എന്ന് പേര് വന്നത്. അതുപോലെ തന്നെ ഇത് നിശാശലഭത്തിൽ പെടുന്നതാണ് വെങ്കണ നീലി എന്ന് ഓർത്തിരിക്കുക. പകലാണ് കാണുന്നത്, നീല നിറവുമുണ്ട്. സാധാരണ നിശാശലഭങ്ങൾക്ക് ഇങ്ങനെ വർണ്ണഭംഗി ഉണ്ടാവാറില്ല. അതുകൊണ്ട് വെങ്കണ നീലിയിൽ തെറ്റിദ്ധരിക്കേണ്ട, നിശാശലഭം തന്നെയാണ്. പിന്നെ നിശാശലഭത്തിന്റെ പ്രത്യേകത തൂവൽ അല്ലെങ്കിൽ ചീപ്പ് പോലെ ആകൃതിയിൽ തടിച്ച ആന്റിനയാണ്. രാത്രികാലത്ത് സജീവമാവും. ചിറകുകൾ വിടർത്തിയാണ് വിശ്രമിക്കാറ്. പ്യൂപ്പകൾക്കായി സിൽക്ക് നൂലുകൊണ്ട് കൊക്കൂൺ നിർമ്മിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു പ്രത്യേകതരം നിശാശലഭമാണ് സിൽക്ക് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. നിറം കുറഞ്ഞ ചിറകുകളാണ്. ശരീരം തടിച്ചതും നിറയെ രോമങ്ങളൊക്കെ ഉള്ളതാണ് നിശാശലഭങ്ങളിൽ പെടുന്നത്. ഇനി ഈ ജീവികൾ ഉറുമ്പ്, തേള്, ഡ്രാഗൺ ഫ്ലൈ, പേന്, കടന്നൽ, പഴുതാര, ചിലന്തി ഇതൊക്കെ ചെറു ജീവികളുടെ ലോകം എന്ന് പറയുന്നതിൽ വരുന്നതാണ്. ഇവയുടെ ധർമ്മങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഉറുമ്പുകളെ പറ്റി പറയുന്നുണ്ട്. ഉറുമ്പുകളുടെ വലിപ്പം, നിറം, വാസസ്ഥലം, ആഹാര സമ്പാദന രീതി, സഞ്ചാരം, ഇവയ്ക്കൊക്കെ ഇതൊക്കെ സമൂഹമായിട്ട് ജീവിക്കുന്ന ജീവികളാണ് ഉറുമ്പ്, ചിതല് തുടങ്ങിയവയൊക്കെ. അതുപോലെ തന്നെ ഉറുമ്പുകൾക്ക് എപ്പോഴാണ് ചിറക് മുളയ്ക്കുന്നത്? പ്രത്യുൽപാദന ധർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉറുമ്പുകൾക്ക് ചിറക് മുളയ്ക്കുന്നത്. ഇനി മത്സ്യങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ജലജീവിതത്തിനായി മത്സ്യങ്ങൾക്കുള്ള അനുകൂലനങ്ങൾ എന്തൊക്കെയാണ്? വായുസഞ്ചിയുണ്ട്, അതായത് എയർ ബ്ലാഡർ ഉണ്ട്. വ്യത്യസ്ത ആഴത്തിൽ മുകളിലും താഴെയും ഒക്കെ നീങ്ങാൻ സഹായിക്കുന്ന തരത്തിലാണ് വായുസഞ്ചി ഉള്ളത്. അതുപോലെ തന്നെ ജലപരിസ്ഥിതിയിലെ മാറ്റങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന പാർശ്വരേഖകൾ സഹായിക്കുന്നു. ജലത്തിലൂടെ ചലിക്കുന്നതിന് ചിറകുകളുണ്ട്. ശരീരത്തെ സംരക്ഷിക്കുന്നതിന്, ജലത്തിന്റെ ഘർഷണം കുറയ്ക്കുന്നതിന് ശൽക്കങ്ങൾ സഹായിക്കുന്നു. അതുപോലെ ജലത്തിനുള്ളിലെ ശ്വസനത്തിന് ചെകിളപ്പൂക്കൾ സഹായിക്കുന്നു. ഇനി നമ്മുടെ നാട്ടിൽ കേരള തീരങ്ങളിൽ ജൂൺ ജൂലൈ മാസങ്ങളിലാണ്, അതായത് ജൂൺ മാസത്തിൽ മീൻ മുട്ടയിടുന്നത് ജൂൺ ജൂലൈ മാസത്തിലാണ്. അപ്പോൾ ജൂൺ മാസത്തിൽ കാലവർഷം എത്തുന്നതോടെ മത്സ്യങ്ങൾ പ്രജനനം നടത്തുന്നത്. മുട്ടയിടുന്ന ഈ സമയത്ത് അവയെ പിടികൂടുന്നത് മത്സ്യസമ്പത്ത് കുറയാൻ കാരണം. അതുകൊണ്ടാണ് ഈ സമയത്ത് ട്രോളിംഗ് കേരളത്തിലെ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിലാണ്.
എന്നാൽ എല്ലാ മത്സ്യങ്ങളും മുട്ട പുറത്ത് വെച്ചല്ല വിരിയിക്കാറ്. ചില മത്സ്യങ്ങൾ ശരീരത്തിനകത്ത് വെച്ച് തന്നെ മുട്ട വിരിയിക്കുന്നു. അങ്ങനത്തെ മത്സ്യങ്ങൾക്ക് ഉദാഹരണമാണ് സ്രാവ്, ഗപ്പി, മോളി, കാർഡിനൽ ഫിഷ്, ഗൗരാമി, ഒച്ച് മത്സ്യം ഇതൊക്കെ. ഇനി ജൂൺ മാസത്തിൽ കാലവർഷം എത്തുന്നതോടെ പ്രജനനം നടത്തുന്നതിനായി മത്സ്യങ്ങൾ കൂട്ടമായി കൈത്തോടുകൾ, വയലുകൾ, ചെറു തടാകങ്ങൾ, കായലുകൾ തുടങ്ങിയ ജലാശയങ്ങളിലേക്ക് നടത്തുന്ന യാത്രയാണ് ഊത്തകയറ്റം എന്നറിയപ്പെടുന്നത്. മുട്ടയിടുന്നതിനായി മത്സ്യങ്ങൾ ദേശാടനം നടത്തുന്ന ഈ സമയത്ത് അവയെ പിടിക്കുന്നത് മത്സ്യസമ്പത്ത് കുറയാനിടയാകും. ഈ സമയത്തെ മീൻപിടുത്തം നിയമവിരുദ്ധമാണ്. അതിനാണ് ട്രോളിംഗ് നിരോധനം എന്നൊക്കെ പറയുന്നത്. ഇനി ചിത്രങ്ങളിൽ ഇവരുടെ ആവാസം തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മുഷിയും മത്തിയും തമ്മിലാണ്. മുഷി തടാകങ്ങളിലും നദികളിലും ചതുപ്പ് തുടങ്ങിയ ശുദ്ധജലങ്ങളിലും കാണപ്പെടുന്നു. ആഫ്രിക്കൻ മിഡിൽ ഈസ്റ്റുകാരാണ് ഇവയുടെ ജന്മദേശം. മത്സ്യകൃഷിയുടെ ഭാഗമായി മറ്റു പ്രദേശത്തേക്ക് ഇവ എത്തിയിട്ടുണ്ട്. ഓക്സിജന്റെ അളവ് കുറഞ്ഞ ജലത്തിലും മുഷി വളരും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. എന്നാൽ മത്തി സാധാരണയായി ആഴം കുറഞ്ഞ സമുദ്രതീരത്തിനടുത്തുള്ള ഭാഗങ്ങളിൽ കാണപ്പെടുന്നു. അറ്റ്ലാന്റിക് സമുദ്രം, പസഫിക് സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം എന്നിവിടങ്ങളിലെല്ലാം മത്തി കാണപ്പെടുന്നു. ഇനി ആംഫിബിയൻസ് അഥവാ ഉഭയജീവികൾ എന്താണെന്നാണ്. കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയുന്ന ജീവികളെയാണ് ഉഭയജീവികൾ എന്ന് പറയുന്നത്. കരയിലായിരിക്കുമ്പോൾ അവ ശ്വാസകോശം ഉപയോഗിച്ചും വെള്ളത്തിലായിരിക്കുമ്പോൾ ത്വക്ക് ഉപയോഗിച്ചുമാണ് ജീവിക്കുക. ഓക്കെ. തവള ഒരു ഉഭയജീവിയാണ്. ജലത്തിൽ ജീവിക്കുമ്പോൾ വാൽമാക്രിക്ക് ഉള്ള അനുകൂലങ്ങൾ എന്തൊക്കെയാണ്? വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു ഉഭയജീവിയാണ് വാൽമാക്രി. ചെകിളകളുടെ സഹായത്തോടെയാണ് ശ്വസിക്കുന്നത്. വളർത്തുന്നവയ്ക്ക് വളർന്നു വരുന്നത് വരെ എനിക്ക് കൈകാലൊന്നും വരില്ല. വാലിൻ്റെ സഹായത്തോടെ ജലത്തിലൂടെ നീന്തുന്നു. ഓക്കെ. വാൽമാക്രിയായി അത് കഴിഞ്ഞിട്ടാണ് തവള ഫോം ചെയ്യുന്നത്. ഈ തവളയുടെ ലാർവയാണ് വാൽമാക്രി. ഓക്കെ. വളർച്ച എത്തുമ്പോഴാണ് നട്ടലുള്ള ജീവിയായി മാറുന്നത്. അടുത്തത് സിസിലിയനുകളാണ്. എന്താണ് സിസിലിയനുകൾ? കേരളത്തിൽ കണ്ടുവരുന്ന മറ്റൊരു ഉഭയജീവി വിഭാഗമാണ് സിസിലിയനുകൾ. പ്രാദേശികമായി ഇവ കുരുടികൾ എന്നും അറിയപ്പെടുന്നു. കണ്ണുകൾ സുതാര്യമായ ത്വക്കുകൾ കൊണ്ട് മൂടിയിരിക്കുന്നു. പലപ്പോഴും ഇവയെ പാമ്പുകളായി തെറ്റിദ്ധരിക്കാറുണ്ട്. പക്ഷേ ഇവ പാമ്പല്ല, വേറൊരു ഉഭയജീവിയാണ്. പിന്നെ എന്താണ് ഉരഗങ്ങൾ എന്ന് പറയുന്നത്? മുട്ടയിട്ട് സന്താനോൽപാദനം നടത്തുന്ന ജീവികളെയാണ് ഉരഗങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ശ്വാസകോശം ഉപയോഗിച്ച് ശ്വസിക്കുന്നു. അതായത് ഉഭയജീവികളിൽ പെടുന്നതാണ്, എന്നാൽ മുട്ടയിട്ടാണ് ജീവിക്കുന്നത്. ശ്വാസകോശം ഉപയോഗിച്ച് ശ്വസിക്കുന്നു. ശീതരക്തജീവികളാണ്. ചർമ്മം കട്ടിയുള്ളതാണ്. പുറന്തോലി ശൽക്കങ്ങളായി മാറിയിരിക്കുന്നു. പാമ്പ്, അണലി, മൂർഖൻ, രാജവെമ്പാല അങ്ങനെ കുറേ പാമ്പുകളുണ്ട്. പല്ലി അതൊക്കെ ഉരഗങ്ങളിൽ പെടുന്നതാണ്. ഇത് പാമ്പുകൾ എന്ന വിഭാഗമാണ്. ഇതിൽ നിന്നും PSCക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ കാണുന്ന പാമ്പുകളിൽ പെടാത്തത് ഏതാണെന്ന് ചോദിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്ന പാമ്പുകൾ അണലി, വെള്ളിക്കെട്ടൻ, മൂർഖൻ, രാജവെമ്പാല, ചേനത്തണ്ടൻ, ചുരുട്ടമണ്ഡലി, മലമ്പാമ്പ് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കാണുന്നതാണ്. വിഷമില്ലാത്ത പാമ്പുകളാണ് ചേര, മലമ്പാമ്പ് അഥവാ പെരുമ്പാമ്പ്, നീർക്കോലി അഥവാ പുളവൻ എന്നൊക്കെ പറയുന്നത്. അത് മൂന്നും വിഷമില്ലാത്തതാണ്. ഓക്കെ. മൂർഖൻ പാമ്പിന് വിഷപ്പാമ്പുകളിൽ പെടുന്നതാണ് മൂർഖൻ. മൂർഖൻ്റെ പ്രത്യേകത വികസിപ്പിക്കാവുന്ന പത്തിയുണ്ട്. അതിൻ്റെ പിൻഭാഗത്തും പരസ്പര ബന്ധിതമായ 2 വളയങ്ങളും കഴുത്തിന് താഴെ കുറുകെ വീതിയുള്ള 2 വളയങ്ങളും ഉണ്ട്. കണ്ടോ? കഴുത്തിന് താഴെ വീതിയുള്ള 2 വളയങ്ങളും ഉണ്ട്. പത്തിയിൽ 2 വളയങ്ങളുണ്ട്. രാജവെമ്പാലയാണെങ്കിൽ പത്തിയിൽ തെളിഞ്ഞു കാണുന്ന ഒരു മാർക്കുണ്ട്. വി തിരിച്ചിട്ട ഷേപ്പിലുള്ള ഒരു മാർക്ക് ഉണ്ട്. 5 മീറ്റർ വരെ നീളമുണ്ട് രാജവെമ്പാലയ്ക്ക്. ശരീരത്തിൻ്റെ മുൻഭാഗത്ത് വളയങ്ങളുണ്ട്. വാലിന് നല്ല കറുപ്പാണ്. ഇതാണ് രാജവെമ്പാലയുടെ കാണുന്നത് എങ്ങനെയാണ്. ഇതൊക്കെ വിഷപ്പാമ്പുകളാണ്. മൂർഖന് പത്തിയിൽ വളയങ്ങളുണ്ട്. അതിൽ പരസ്പര ബന്ധിതമായ 2 വളയങ്ങളാണ്. കഴുത്തിന് താഴെ കുറുകെയുള്ള 2 വളയങ്ങളുണ്ട് മൂർഖന്. രാജവെമ്പാലയ്ക്ക് പത്തിയിലൊരു വി തിരിച്ചിട്ടാണ് വെമ്പാല. 5 മീറ്റർ നീളമുണ്ട്.
ശരീരത്തിൻ്റെ മുൻഭാഗത്ത് വളയങ്ങളുണ്ട്. വാലിന് നല്ല കറുപ്പാണ്, വെമ്പാലയുടെ വാലിന് കറുപ്പാണ്. ശംഖുവരയൻ അഥവാ വെള്ളിക്കെട്ടൻ എന്ന് ഒക്കെ വെള്ള വരകളാണ്. ശരീരത്തിന് കുറുകെ തെളിഞ്ഞ വെള്ള വരകൾ, കറുത്തിരുണ്ട നിറവും കുറുകെയുള്ള വെള്ളി വരകളുമാണ് ശംഖുവരയനുള്ളത്. വെള്ളിക്കെട്ടൻ എന്ന് പറയും. അടുത്തത് അണലിയാണ്. അണലി അഥവാ ചേനത്തണ്ടൻ എന്ന് പറയും. അത് ത്രികോണാകൃതിയിലുള്ള വലിയ തലയാണ്. ശരീരത്തിൽ ചങ്ങല പോലെ പുള്ളികളുണ്ട്. പുള്ളി വട്ടത്തിലുള്ള പുള്ളിയുള്ള നല്ല ഭംഗിയുള്ള ഇതാണ് അണലി എന്ന് പറയുന്നത്. അണലി അഥവാ ചേനത്തണ്ടൻ എന്ന് പറയും, പുള്ളിയുള്ള. ഇനി കടൽപ്പാമ്പ്, വിഷമുള്ള കടൽപ്പാമ്പാണ് ഇത് വലകടിയൻ എന്ന് പറയും. വാല് പരന്നതാണ്, തുഴയുടെ ആകൃതിയിലാണ് വാല്. പുറത്ത് വൃത്താകൃതിയിലുള്ള ഇരുണ്ട വളയങ്ങളുണ്ട്. വട്ടത്തിലുള്ള വളയങ്ങൾ കാണുന്നു. കടൽപ്പാമ്പാണ് അത്. ഇത്രയാണ് വിഷമുള്ള പാമ്പുകൾ. കൂടുതൽ പാമ്പുകളും വിഷമില്ലാത്ത പാമ്പുകളാണ്. കേരളത്തിൽ കാണുന്നവയിൽ ആകെ 5 ഇനം പാമ്പുകൾക്കേ വിഷമുള്ള പാമ്പുകൾ ഏതൊക്കെയാണ്? മൂർഖൻ, രാജവെമ്പാല, ശംഖുവരയൻ അഥവാ വെള്ളിക്കെട്ടൻ, അണലി അഥവാ ചേനത്തണ്ടൻ, കടൽപ്പാമ്പ് അഥവാ വലകടിയൻ. നമ്മൾ പറയാം: മൂർഖൻ, രാജവെമ്പാല, ശംഖുവരയൻ, അണലി, കടൽപ്പാമ്പ്. പാമ്പ് കടിയേറ്റാൽ മുറിവുണ്ടാകുകയോ കടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാക്കുകയോ വിഷം വലിച്ചെടുക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത്. കടിയേറ്റയാളെ പരിഭ്രമിപ്പിക്കരുത്. സമാധാനിപ്പിച്ച് ശാന്തത പാലിക്കാൻ സഹായിക്കണം. ഉടനെ ആശുപത്രിയിൽ എത്തിക്കണം. അടുത്തത് സസ്തിനികളെ പറ്റിയാണ്. കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളെയാണ് സസ്തിനികൾ എന്ന് പറയുന്നത്. ചെവിക്കുട. സസ്തിനികൾക്ക് പൊതുവെ ചെവിക്കുടയുണ്ട്, നട്ടെല്ലുണ്ട്, രോമമുണ്ട്, ഹൃദയത്തിന് 4 അറകളുണ്ട്, ഉഷ്ണരക്തജീവികളാണ്, സ്വേദഗ്രന്ഥികളുണ്ട്, പാലുൽപാദന ഗ്രന്ഥികളുണ്ട്, ചെവിയിൽ കേൾവിയെ സഹായിക്കുന്ന 3 എല്ലുകളുണ്ട്. ചെവിക്കുടയുണ്ട്, ചെവിയിൽ 3 എല്ലുണ്ട്, നട്ടെല്ലുണ്ട്, രോമമുണ്ട്, ഹൃദയത്തിന് 4 അറകളുണ്ട്, ഉഷ്ണരക്ത ജീവികളാണ്, സ്വേദഗ്രന്ഥികളുണ്ട്, പാലുൽപാദന ഗ്രന്ഥികളുണ്ട്. ചില സസ്തിനികൾ വളർത്തു മൃഗങ്ങളാണ്, അല്ലേ? മാംസത്തിന്, പാലിന്, തുകലിന്, രോമത്തിന് അല്ലാതെയും വളർത്താറുണ്ട്. ഇനി തിമിംഗലം സസ്തിനിയാണ്. ഡോൾഫിൻ, വവ്വാല്, നീർനായയൊക്കെ സസ്തിനിയാണെന്ന് ഓർത്തിരിക്കുക. നീർനായ, വവ്വാല്, ഡോൾഫിൻ, തിമിംഗലം. അടുത്ത ബോക്സിൽ കൊടുത്തിരിക്കുന്നതാണ് മത്സ്യങ്ങൾ, ഉഭയജീവികൾ, ഉരഗങ്ങൾ, പക്ഷികൾ, സസ്തിനികൾ എന്നീ വിഭാഗങ്ങളിലെ ജീവികൾക്കെല്ലാം നട്ടെല്ലുണ്ട്. അന്യം നിൽക്കുന്ന ജീവികൾ എന്ന് പറഞ്ഞ് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളാണ് വെള്ളിമൂങ്ങ, ഇരുതലമൂരി, നക്ഷത്രയാമ, പിന്നെ കുറേ സർപ്പങ്ങൾ, പിന്നെ കടുവ, ചിലന്തി, മണവാട്ടിത്തവള, ഈനാമ്പേച്ചി, കുട്ടിത്തേവാങ്ക്, വെരുക്, തത്ത, തൂക്കണാങ്കുരുവി, നക്ഷത്ര ആമ, ഉടുമ്പ്, ഇരുതലമൂരി, കടുവ, ചിലന്തി, മണവാട്ടിത്തവള, ഈനാമ്പേച്ചി, കുട്ടിത്തേവാങ്ക്, വെരുക്, വെള്ളിമൂങ്ങ, തത്ത, തൂക്കണാങ്കുരുവി, നക്ഷത്ര ആമ, പെരുമ്പാമ്പ്, ഉടുമ്പ്, ഇരുതലമൂരി. ഇതൊക്കെയാണ് വംശനാശം നേരിടുന്നത്. ഇനി ഇതിൻ്റെ വിലയിരുത്താമെന്ന് പറഞ്ഞ സവിശേഷതകൾ കൊടുത്തിട്ടുണ്ട്. ജീവി ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ്. 1. ശൽക്കങ്ങളില്ല, ഈർപ്പമുള്ള ത്വക്കാണ്, കരയിലും വെള്ളത്തിലും ജീവിക്കുന്നു. ശൽക്കങ്ങളില്ലാത്തതാണെങ്കിൽ തവളയാണ്. അടുത്ത് ജലത്തിൽ ജീവിക്കുന്നു, ശൽക്കങ്ങളുണ്ട്, ജലത്തിൽ സഞ്ചരിക്കാൻ സഹായിക്കുന്ന ചിറകുകളുണ്ട്, മത്സ്യങ്ങളായിരിക്കും. അടുത്തത് കാലുകളിൽ ശൽക്കങ്ങളുണ്ട്, തൂവലുകളുണ്ട്, പറക്കാൻ കഴിയും, പക്ഷികളാണ്. അടുത്ത് ശരീരം, തല, നെഞ്ച്, ഉദരം എന്നിങ്ങനെ ഭാഗങ്ങളുണ്ട്. 6 കാലുകളും ആൻറ്റിനകളും ബാഹ്യ അസ്ഥികൂടവും ഉണ്ട്. ഇങ്ങനത്തെ ജീവി ഏതാണ്? ഷഡ്പദങ്ങളാണ്. അടുത്ത് ചെവിക്കുടയുണ്ട്, കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്നു, സസ്തിനികളാണ്. ഇതോടുകൂടി 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് എന്ന ഭാഗം കഴിഞ്ഞിരിക്കുകയാണ്. താങ്ക് യു.